നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയത്തിന്റെ പേര് ക്രിസ്തു വിജ്ഞാനീയം അല്ലെങ്കിൽ മിശിഹ വിജ്ഞാനീയം എന്നാണ്. ഇംഗ്ലീഷിൽ ക്രിസ്റ്റോളജി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആമുഖമായിട്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ബെനഡിക്റ്റ് പാപ്പായുടെ ഒരു വാക്യമാണ്. ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ സെറ്റ് ഓഫ് ഡോക്ട്രിൻസ് ബട്ട് എ റിലേഷൻ ടു എ പേഴ്സൺ ഹു ഈസ് ക്രൈസ്റ്റ്. ക്രിസ്തുമതം എന്ന് പറയുന്നത് കുറെ ഈ വിശ്വാസ സത്യങ്ങളുടെ കുറെ പ്രമാണങ്ങളുടെ ഒരു ഒരു കെട്ടല്ല, മറിച്ച് അതൊരു വ്യക്തിയുമായുള്ള ബന്ധമാണ്. ക്രിസ്തു എന്ന വ്യക്തിയുമായുള്ള ബന്ധമാണ്. നമുക്ക് ആ വാക്കിന്റെ ആഴം ധ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ക്രിസ്തു എന്ന വ്യക്തിയോട് അത്രയേറെ നമ്മുടെ ദൈവശാസ്ത്രം, നമ്മുടെ വിശ്വാസം, നമ്മുടെ മതം, ആചാരങ്ങൾ എല്ലാം കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗരസപ്പസ്തോലൻ പറയുന്നത്, മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ സുവിശേഷ പ്രഘോഷണവും വ്യർത്ഥമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വിശ്വാസത്തിന്റെയും ആധാരമായിട്ട്, അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഈശോ മിശിഹ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിൽ എത്തിയപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നത്? അപ്പൊ അതിന് മറുപടിയായിട്ട് പത്രോസ് പറയുന്നുണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയാണ്. അപ്പോൾ ഈശോ ആരാണെന്ന് അറിയുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയായിട്ട് നിൽക്കുന്നത് കൊണ്ടും നമ്മളുടെ വിശ്വാസവും അതുപോലെ പ്രത്യാശയും ഈശോ മിശിഹായിലായതുകൊണ്ടും ഈശോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ കോഴ്സ് നമ്മളെ സഹായിക്കും. ഈശോയെക്കുറിച്ച് അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്ന 2 ഉറവിടങ്ങൾ, 2 സോഴ്സസ്, അത് നമുക്കറിയാം. ഒന്ന് വിശുദ്ധ ഗ്രന്ഥവും 2 വിശുദ്ധ പാരമ്പര്യവുമാണ്. ഈശോയെക്കുറിച്ച് ഈശോയുടെ കൂടെ നടന്ന് യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങൾ കണ്ടതും കേട്ടതും സ്പർശിച്ചതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ, അങ്ങനെ ഈശോയെക്കുറിച്ച് ഈശോയുടെ കൂടെ 3 വർഷം നടന്ന് അവനാൽ വിളിക്കപ്പെട്ട് അവന്റെ അത്ഭുതങ്ങൾ കണ്ട് അവന്റെ അന്ത്യത്താഴത്തിൽ പങ്കുചേർന്ന് പീഡാസഹനങ്ങളെ വീക്ഷിച്ച് ഉദ്ധിതനായ അവനെ നേരിട്ട് കണ്ടതിന്റെ ഓർമ്മയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പന്തക്കുസ്തായിൽ സ്വീകരിച്ചതിന്റെ വെളിച്ചത്തിൽ മുമ്പോട്ട് പോകുന്ന അപ്പസ്തോലന്മാരും സുവിശേഷകരും നൽകുന്ന സാക്ഷ്യങ്ങളാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം നൽകപ്പെട്ട സാക്ഷ്യങ്ങളെ എപ്രകാരമാണ് ആദിമസഭ വിശ്വസിച്ച് ജീവിച്ചത് എന്നതിനെയാണ് നമ്മൾ വിശുദ്ധ പാരമ്പര്യത്തിൽ കാണുന്നത്. അങ്ങനെ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും ഇത് രണ്ടും മിശിഹ വിജ്ഞാനീയത്തിന്റെ അടിസ്ഥാന ഉറവിടങ്ങളാണ്. ഇനി ഈ ക്രിസ്തു വിജ്ഞാനീയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ചിന്തകളായിട്ട്, ചോദ്യങ്ങളായിട്ട് വരാനായിട്ടുള്ളത്. ഒന്ന്, ഈശോയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടും എന്ത് അറിയാനായിട്ട് കഴിയും? വാട്ട് ക്യാൻ ഐ നോ അബൌട്ട് ജീസസ് യുണീക്ക്നെസ്? ഈശോ എന്ന വ്യക്തിയുടെ അനന്യത എന്താണ്? രണ്ടാമത്തെ കാര്യം, വാട്ട് ഐ ക്യാൻ എക്സ്പെക്ട് ഫ്രം ജീസസ്? ഈശോയിൽ നിന്ന് എനിക്ക് എന്ത് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും? 3, വാട്ട് ഷുഡ് ഐ ഡു ഇൻ ഓർഡർ ടു അച്ചീവ് മൈ സാൽവേഷൻ? എൻ്റെ രക്ഷ സ്വന്തമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഒന്ന്, ഈശോയെ അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യമേ ഉള്ളൂ, ഈശോയെക്കുറിച്ച് അറിയണമെങ്കിൽ അവനിൽ വിശ്വസിക്കുക, ബിലീവ് ഇൻ ഹിം. തിരുവചനങ്ങളിലൂടെ നിരന്തരം തീർത്ഥാടനം ചെയ്ത് ദൈവശാസ്ത്രമൊക്കെ അഭ്യസിച്ച് അവനിൽ വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം, ആളിൽ നിന്ന് എന്ത് തരത്തിലുള്ള രക്ഷയാണ് എനിക്ക് ഉറപ്പാക്കാനായിട്ട് കഴിയുക? ഈശോ പറയുന്നുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിതാവിനോടൊത്ത് സ്വർഗത്തിൽ നമുക്കൊരു വാസസ്ഥലം ഒരുക്കുന്ന ആ ഒരു രക്ഷയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ, അങ്ങനെ നിത്യമായ ഒരു രക്ഷ ഈശോ മിശിഹായിലൂടെ നമ്മളെ കാത്തിരിപ്പുണ്ട്. മൂന്നാമത്തത്, ആ രക്ഷ സ്വന്തമാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്നെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം. അവിടെ വിശ്വാസവും വിശുദ്ധിയും നമ്മളെ സഹായിക്കും.
ഇനി ഈശോയെക്കുറിച്ച് നമ്മൾ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും ഈ ക്രിസ്തു വിജ്ഞാനീയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ആദ്യം കാണുന്നത് ഈശോയുമായി ബന്ധപ്പെട്ട ചില ടൈറ്റിൽസ്, ഈശോയുടെ ചില പേരുകളാണ്, അല്ലെങ്കിൽ അഭിദാനങ്ങളാണ്. അതിലേറ്റവും നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ ബൈബിളിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന കാര്യങ്ങളാണ്. ഈശോ കർത്താവാണ്. നമ്മൾ മലയാള വ്യാകരണമൊക്കെ പഠിക്കുമ്പം കാണുന്നുണ്ട് കർത്താവ്, കർമ്മം, ക്രിയ, അല്ലേ? നമുക്കത് പരിചിതമായ ഒരു കാര്യമാണ്, പണ്ട് മുതലേ പഠിക്കുന്ന കാര്യവുമാണ്. ആ കർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ആളെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ അദോണായി എന്ന ഹീബ്രു പദത്തിന്റെ തുല്യമായ ഗ്രീക്ക് പദമാണ് കിരിയോസ്. നമ്മൾ ലാറ്റിൻ വിശുദ്ധ കുർബാനയിൽ കിരിയെ എലൈസോൺ, കിരിയെ എലൈസോൺ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഓർക്കാം. കിരിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്നാണ് അതിന്റെ തർജ്ജമ. ആ വാക്കിന്റെ അർത്ഥം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ്. യേശു കർത്താവാണ് എന്ന് പറയുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോ ദൈവമാണ്. അപ്പൊ വെറും ഒരു മനുഷ്യ വ്യക്തിയല്ല, ഈശോ പിതാവായ ദൈവത്തെ പോലെ പുത്രനും ദൈവവുമാണ് എന്നാണ് ഈ കർത്താവ് എന്നുള്ള പ്രയോഗം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പഴയ നിയമത്തിലും അതുപോലെ പുതിയ നിയമത്തിലും നമ്മൾ കാണുന്ന തിരുവചനങ്ങളിൽ പ്രത്യേകിച്ചും നമുക്ക് കാണാൻ കഴിയും, ഫിലിപ്പിയർക്കുള്ള ലേഖനത്തില് എല്ലാ മുട്ടുകളും അവന്റെ മുൻപിൽ മടങ്ങണം, അവൻ സകല സൃഷ്ടികളുടെയും നാഥനാണ്, റോമാലേഖനം. അവൻ രാജാക്കന്മാരുടെ രാജാവും കർത്താക്കളുടെ കർത്താവുമാണെന്നുള്ള വെളിപാട് പുസ്തകത്തിന്റെ ചിന്ത. യേശു സഭയുടെ കർത്താവാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. ഇങ്ങനെ ഈ ഈശോ കർത്താവാണ് എന്നുള്ള പ്രയോഗത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈശോ ദൈവം തന്നെയാണ്. അപ്പൊ അവൻ മനുഷ്യാവതാരം ചെയ്ത ദൈവമായതുകൊണ്ട് അവനെ ഒരു കേവല മനുഷ്യനായിട്ട് കാണാനുള്ള ഒരു പ്രലോഭനം നമുക്കുണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ചരിത്രത്തിൽ പലയിടങ്ങളിലും കാണുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈശോ കർത്താവാണെന്നുള്ള ആ ഒരു ടൈറ്റിൽ, ആ ഒരു പേര് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലും പുതിയ നിയമത്തിലും കാണുന്നത്. അടുത്ത ഒരു വാക്ക് ക്രിസ്തു എന്നുള്ളതാണ്. ക്രിസ്തു, ക്രൈസ്റ്റ്. നമ്മൾ അതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് മിശിഹ എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്, ദ അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. ഈ അഭിഷിക്തൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം ഈശോയുടെ ദൗത്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ആദിമകാലത്ത്, പ്രത്യേകിച്ച് പഴയ നിയമകാലത്ത് 3 കൂട്ടരെയാണ് അഭിഷേകം ചെയ്തിരുന്നത്. 1 രാജാവിനെ, 2 പ്രവാചകനെ, 3 പുരോഹിതനെ. ഈ 3 കൂട്ടരെയും അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സാവൂളിനെയും ദാവീദിനെയും സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പഴയ നിയമത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. അതുപോലെ തന്നെ പ്രവാചകന്മാരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണും. ദൈവം അവരെ സ്പർശിച്ച് തിരുവചനം അവരുടെ നാവിലേക്ക് തൊട്ടുകൊടുത്ത് ചുരുള് വിഴുങ്ങാനായിട്ട് കൊടുത്തൊക്കെ അവരെ അഭിഷേകം ചെയ്യുന്നതായിട്ട് കാണാം. അതുപോലെ പുരോഹിതരെ, അഹ്റോനെയും അവന്റെ സന്തതികളെയും, പിന്നീട് ലേവി ഗോത്രത്തെ, അവിടെയുള്ള പുരോഹിതന്മാരെയൊക്കെ മോശയും അതുപോലെ തന്നെ അഹ്റോനൊക്കെ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഈ അഭിഷേകം ചെയ്യുക ഇല്ല, അഭിഷേകം സ്വീകരിക്കുക എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഒരാള് ഒരു ദൗത്യം ഭരമേൽക്കുന്നു. സാവൂൾ ഇസ്രായേലിനെ ഭരിക്കാനുള്ള ദൗത്യം ഭരമേൽക്കുന്നു. സാവൂൾ തിരസ്കൃതനാകുമ്പോൾ സാവൂളിന് പകരം ഇസ്രായേലിനെ നയിക്കാനായിട്ട് സാവൂൾ നിയോഗം സ്വീകരിക്കുന്നു. അതുപോലെ എസക്കിയേലും ഏശയ്യായും ജെർമിയായും ഒക്കെ ദൈവത്തിന്റെ വചനം ദൈവജനത്തിന് പങ്കുവെച്ചു കൊടുക്കാൻ, വ്യാഖ്യാനിച്ചു കൊടുക്കാൻ, ദൈവത്തിന്റെ അരുളപ്പാടുകളെ പ്രവചനങ്ങളിലൂടെ അവരെ അറിയിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നു. അതുപോലെ അഹ്റോനും അവന്റെ സന്തതികളും സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ട്, ജനത്തിന് വേണ്ടി പാവപരിഹാര ബലികളും കാഴ്ചകളും അർപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെടുന്നു. അഹ്റോന്റെ കാലശേഷം ഇസ്രായേൽ ജനത്തെ നിരന്തരം ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ലേവിയരുടെ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യുന്നു. അപ്പൊ ഈ അഭിഷിക്തനാവുക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു ദൗത്യം സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പ്രത്യേകിച്ചും ഈശോയുടെ ജ്ഞാനസ്നാനത്തെ കുറിച്ച് കാണുമ്പോൾ മത്തായിയുടെയും മർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഈശോ ജോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വരുന്നു,
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവന്റെ എന്നുള്ള ദൈവത്തിന്റെ സ്വരം അവിടെ മുഴങ്ങുന്നു. ഇതിലൂടെ ഈശോ ലോകത്തിന്റെ രക്ഷകനാണ് എന്നുള്ള ഒരു അറിയിപ്പും ഇവനിലൂടെയാണ് രക്ഷ നമുക്ക് ലഭിക്കാൻ പോകുന്നുള്ള ഒരു വിളംബരവും നടക്കുകയാണ്. അപ്പോൾ ജോർദാനിൽ ഈശോ രക്ഷകനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിശിഹ, അഭിഷിക്തൻ, ക്രൈസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പീഡാസഹനങ്ങളിലൂടെ കടന്ന് ഉദ്ധാനം ചെയ്ത ഈശോയെ സൂചിപ്പിക്കാനാണ് ഈ അഭിഷിക്തൻ, ക്രിസ്തു, മിശിഹ എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ കഴിയും. നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ് നോട്ടിൽ ധാരാളമായിട്ട് സുവിശേഷേതര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി മൂന്നാമത്തെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവപുത്രൻ എന്നുള്ളതാണ്. ഈശോ ദൈവത്തിന്റെ പുത്രനാണ്. അപ്പൊ നമ്മൾ ഈ പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും ഈ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പ്രയോഗം ഇസ്രായേലിന് ദൈവം കൊടുത്ത ഒരു വലിയ ആനുകൂല്യമാണ്. കാരണം യാക്കോബിനെ ഇല്ലെങ്കിൽ അബ്രാഹത്തെ വിളിച്ചതിലൂടെ അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ്, പിന്നെ യാക്കോബിന്റെ പിൻതലമുറകൾ, അവരെ ദൈവം വിളിച്ച് സ്വന്തമാക്കിയതാണ്. അവരെ പരിച്ഛേദനം എന്ന കർമ്മത്തിലൂടെ തൻ്റെ സ്വന്തം ജനമാക്കി ഒരു ഉടമ്പടി ചെയ്തതാണ്. പിന്നീട് ഈജിപ്തിൽ നിന്ന് ആ ജനം മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ സീനായി മലയിൽ വെച്ച് ദൈവം ഉടമ്പടി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവും. അങ്ങനെ ഒരു സവിശേഷമായ ഉടമ്പടിയിലൂടെ ദൈവത്തിന്റെ സ്വന്തമായിട്ട് മാറിയവരെ, ഉടമ്പടിയുടെ മക്കൾ, ദൈവത്തിന്റെ മക്കൾ, ഇസ്രായേൽ ദൈവത്തിന്റെ പുത്രൻ എന്നൊക്കെ സങ്കീർത്തനങ്ങളിലും പ്രവചന ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ എന്നൊക്കെ ദൈവം ചോദിക്കുമ്പം അതിന്റെ അർത്ഥം അവർ ഇസ്രായേൽ കന്യകെ, ഇസ്രായേൽ പുത്രി എന്നൊക്കെ നമ്മൾ ഏശയ്യായുടെ പ്രവചനത്തിലൊക്കെ നമ്മൾ ധാരാളമായിട്ട് കാണും. അപ്പൊ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പം ഇത് സവിശേഷമായിട്ട് ഈശോയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, ദൈവത്തിന്റെ പുത്രൻ. കാരണം തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനായി തൻ്റെ ഏകജാതന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോൾ തൻ്റെ പുത്രനെ ദൈവം അയച്ചു. അങ്ങനെ ഈ അയക്കപ്പെട്ട പുത്രൻ, മനുഷ്യാവതാരം ചെയ്ത പുത്രൻ വെറും ഒരു മനുഷ്യ വ്യക്തിയല്ല, അവൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. അത് സൂചിപ്പിക്കാനാണ് ഈ ദൈവപുത്രൻ എന്നുള്ള ആ ഒരു ടൈറ്റിൽ, സംബോധന ബൈബിളിലുള്ളത്. വളരെ സവിശേഷമായിട്ട് ഈശോയെ സൂചിപ്പിക്കുന്ന ഈ നാമപദങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു നാമമാണ് ദൈവപുത്രൻ. കാരണം അത് ദൈവവുമായുള്ള ഈശോയുടെ ബന്ധത്തെയും ഇവൻ പരിപൂർണമായിട്ടും ദൈവമാണ്, വെറും മനുഷ്യനല്ല എന്നുള്ള ആ ഒരു അണ്ടർലൈനിങ്, അടിവരയിടലിനെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണും ഇവൻ സത്യമായും ദൈവപുത്രനാണെന്നുള്ള ശതാധിപന്റെ ഏറ്റുപറച്ചില്. മാമോദീസായുടെ സമയത്തുള്ള പിതാവിന്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇനി ലൂക്കായുടെ സുവിശേഷത്തിലും ഇതുപോലെ തന്നെ നമ്മൾ കാണും ഈ ജ്ഞാനസ്നാന വേളയിലുള്ള പിതാവിന്റെ സ്വരം. മത്തായിയുടെ സുവിശേഷത്തില് ഈ ദൈവപുത്രൻ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക് മനുഷ്യപുത്രൻ എന്നാണ്. കാരണം ഈശോയുടെ മനുഷ്യത്വത്തെയും അതുപോലെ തന്നെ ഈ എല്ലാവരും ഈശോയിലൂടെ ദൈവത്തിന്റെ മക്കളായിട്ട് മാറും എന്നതിനെ സൂചിപ്പിക്കാനൊക്കെയാണ് മത്തായിയുടെ സുവിശേഷത്തില് മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗം കൂടുതലായിട്ട് കടന്നു വരുന്നത്. ഇനി ഈ പറഞ്ഞതുപോലെ 4-ാമത്തെ ടൈറ്റിൽ മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്നുള്ളത് ഇനി നമുക്ക് കാണാൻ കഴിയും സുവിശേഷങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പം ഈ ഈശോ സ്വയം വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. പക്ഷെ അതേസമയം മറ്റുള്ളവരെല്ലാം, സുവിശേഷകന്മാരും അതുപോലെ പിതാവായ ദൈവവും ഒക്കെ ഈശോയെ പരിചയപ്പെടുത്തുന്നത് ദൈവപുത്രനായിട്ടാണ്, ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. അതേസമയം പിശാചുക്കൾ പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നീ ദൈവത്തിന്റെ പുത്ര, നീ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നു, നീ എന്തിന് ഞങ്ങളെ പീഡിപ്പിക്കുന്നു. അങ്ങനെ അപ്പൊ ഈശോ അവരെ വിലക്കുന്നുണ്ട്, താൻ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് പിശാചിനെ വിലക്കുന്ന രംഗങ്ങൾ സുവിശേഷത്തിൽ നമ്മൾ കാണും. അങ്ങനെ ഈ ദൈവവും മനുഷ്യരും സുവിശേഷകന്മാരും പിശാചും ഒക്കെ ഈശോയെ ദൈവപുത്രൻ എന്ന് വിളിക്കുമ്പം ഈശോ തന്നെ വിശേഷിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന പദം മനുഷ്യപുത്രൻ എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം
ആ ആള് പരിപൂർണമായിട്ട് മനുഷ്യനാണ് എന്നല്ല. അതിനൊരു ബൈബിൾ പരമായ ഒരു അർത്ഥമുണ്ട്. ഈശോ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള കാര്യം സുവിശേഷകന്മാർക്കും ആദിമസഭയിലുള്ളവർക്കും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഈശോ അല്ലാതെ മറ്റാരും ഈശോയെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ആ കാര്യം എൻ്റെ സഹോദരങ്ങൾ മറന്നു പോകരുത്. ഈ മിശിഹ അല്ലെങ്കിൽ ക്രൈസ്റ്റ് അല്ലെങ്കിൽ കർത്താവ്, ദൈവപുത്രൻ എന്നുള്ള ഈ 3 ടൈറ്റിലുകൾ, സംബോധനകൾ മറ്റുള്ളവർ ഈശോയെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ, സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈശോ തന്നെ സൂചിപ്പിക്കുന്നത് മനുഷ്യപുത്രനായിട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈശോ മനുഷ്യാവതാരം ചെയ്ത ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവത്തിലെ 2ാമത്തെ ആളായ പുത്രൻ മനുഷ്യാവതാരം ചെയ്തു. അപ്പൊ ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ ഭൂമിയിൽ തന്റെ ദൗത്യം പൂർത്തിയാകുവോളം മനുഷ്യ രൂപത്തിൽ കാണപ്പെടുക എന്നുള്ളതാണ്, മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. പിതാവിന്റെ ഒരു നല്ല അനുസരണമുള്ള പുത്രൻ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കും. കാരണം നമുക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം. മനുഷ്യകുലം പാപത്തിലേക്ക് പോയത് അനുസരണക്കേടിലൂടെയാണ്. അപ്പോൾ ഈ അനുസരണക്കേടിലൂടെ പിതാവായ ദൈവത്തെ ധിക്കരിച്ച് നന്മതിന്മകളെ സ്വയം നിർണയിക്കാനായിട്ട് തീരുമാനിച്ച് പാപത്തിലേക്ക് പോയ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നിന്ന് ബഹിഷ്കൃതനാകുന്നു. അവൻ തൻ്റെതായ വഴികളിലൂടെ പോകുന്നു, പാപത്തിന്റെ വലിയ പടുകുഴിയിലേക്ക് പോകുന്നു. അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം ജലപ്രളയം അയക്കുന്നു. നോഹ എന്ന ഒരാളെ പ്രത്യേകമായിട്ട് വിളിച്ച് വേർതിരിച്ച് അവന്റെ കുലത്തെ, അവന്റെ ഭവനത്തെ സംരക്ഷിക്കുന്നു. പിന്നീട് ഇങ്ങനെ ആ ഒരു യാത്ര മുന്നോട്ട് പോയി അബ്രാഹത്തെ വിളിക്കുന്നു. അബ്രാഹത്തിന്റെ സന്തതി പരമ്പരകൾ അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, മരുഭൂമിയിലൂടെ നടത്തുന്നു, വാഗ്ദാന നാട്ടിൽ കൊണ്ടുവരുന്നു. അവിടെ ദേവാലയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം, ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ജനം ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. അനുസരണക്കേടുകളിലൂടെ മുമ്പോട്ട് പോവുകയാണ്. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നു, വിജാതീയ സ്ത്രീകളെ സ്വീകരിക്കുന്നു, വിജാതീയമായിട്ട് ഇങ്ങനെ കലരുന്നു. അങ്ങനെയുള്ള ഒത്തിരിയേറെ ഇടങ്ങളിൽ അനുസരണക്കേടിനെ നമുക്ക് കാണാൻ കഴിയും. ഈ അനുസരണക്കേടിനെ പരിഹരിക്കാനായിട്ടാണ് ഈ ഒരു അകലം, പിതാവായ ദൈവവും മനുഷ്യവർഗവും തമ്മിലുണ്ടായ അകലത്തെ പരിഹരിക്കാനാണ് ഈശോ മനുഷ്യാവതാരം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തൻ്റെ മനുഷ്യാവതാരത്തെ അടിവരയിടാൻ വേണ്ടിയിട്ടാണ് ഈശോ എല്ലായ്പ്പോഴും മനുഷ്യപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈശോയുടെ ഈ ഭൗമിക ജീവിതത്തിലെ അവൻ്റെ മനുഷ്യാവതാരം, പരസ്യജീവിതം, പീഡാസഹനം, മരണം, ഉത്ഥാനം, ഈ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാരണം ഈ ദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് സഹിക്കാനോ ദൈവത്തിന് മരിക്കാനോ സാധ്യമല്ല. പക്ഷെ അതേ സമയത്ത് മനുഷ്യനായി തീർന്ന ദൈവപുത്രന് പീഡകളെ സഹിക്കാനും മരിക്കാനും സാധിക്കും. ആ ഒരു കാര്യം, തൻ്റെ രക്ഷണീയ ദൗത്യം ഇല്ലെ രക്ഷാകര കർമ്മത്തെ അടിവരയിടാൻ വേണ്ടിയിട്ടാണ് ഈശോ തന്നെ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങൾ ധാരാളം കാണാൻ കഴിയും. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. അതുപോലെ തന്നെ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും മരിക്കുകയും വേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തില് ക്രിസ്തുവും ദൈവപുത്രനുമായ യേശു മനുഷ്യപുത്രനാണ്. നഥാനയേൽ വിളിക്കുന്നത് ഇസ്രായേൽ രാജാവ് ഇങ്ങനെ റബ്ബി അങ്ങ് ദൈവപുത്രനാണെന്നൊക്കെ പറയുമ്പം ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇങ്ങനെ ഈശോയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവതാരത്തിന്റെ ദൗത്യം എന്താണോ, ലക്ഷ്യം എന്താണോ, ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈശോ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേസമയം ഈശോ ഒരിടത്തും തന്നെ, ഈശോ അല്ലാതെ മറ്റാരും ഈശോയെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നില്ലെന്നുള്ള കാര്യവും നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ഈശോയെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത? അത് നമുക്കറിയാം, ഈശോയുടെ മനുഷ്യാവതാരമാണ്. ഈ ലോക ചരിത്രത്തിൽ ഒരിടത്തും ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചിട്ടില്ല. പക്ഷെ അത് പലരും പറയും അത് നിങ്ങളുടെ വിശ്വാസമാണ്. ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളത്, അവൻ മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ വിശ്വാസമാണ്. തീർച്ചയായിട്ടും വിശ്വാസവുമാണ്. പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്ന പ്രത്യേകത എന്താണ്? ഇതങ്ങനെ ഇങ്ങനെ ജനിച്ച ഒരു ശിശുവിനെ
നമ്മൾ കണ്ടെത്തിയിട്ട് ഇവൻ മിശിഹായാണ് എന്ന് പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു ശിശു ജനിക്കും, അവൻ ദൈവത്തിന്റെ പുത്രനായിരിക്കും, അവൻ ജനിക്കുന്ന സ്ഥലം ഇന്നതാണ് എന്നൊക്കെ, അതുപോലെ തന്നെ അവൻ എന്തെല്ലാം സംഭവിക്കും, അവൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യും, അവിടുന്ന് തിരിച്ചു വരും, അവൻ ഗലീലയിൽ താമസിക്കും, അതുപോലെ തന്നെ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും, അവൻ പീഡകൾ സഹിച്ച് മരിക്കും, അവൻ ഉദ്ധാനം ചെയ്യും, അവൻ രണ്ടാമതും വരും തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും ഈ ഒരു ശിശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മുതൽ അവൻ്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന സമസ്ത കാര്യങ്ങളും മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടത് നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ജനനം ലോക ചരിത്രത്തിൽ അനന്യമാണ്. ഇറ്റ് ഈസ് യുണീക്ക്. വേറെ ആരും ഇങ്ങനെ ജനിച്ചിട്ടില്ല, വേറെ ആരെക്കുറിച്ച് ഇങ്ങനെ പ്രവചിക്കപ്പെട്ടിട്ടില്ല. ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ ബുദ്ധിസത്തിന്റെ നേതാവായ ആത്മീയ ആചാര്യനായ ദലൈലാമ എന്നാൾ പറഞ്ഞു, ഞാന് പുതിയ ബുദ്ധനെ ദൈവം അയക്കാൻ പോവാണ്, നമുക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് പുതിയ ലാമയെ നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ജനിക്കുന്ന ശിശു എവിടെയാണെന്ന് യാതൊരു ധാരണ ആർക്കുമില്ല. ആ കുഞ്ഞ് ജനിക്കുന്നത് ചൈനയ്ക്ക് പുറത്തായിരിക്കുന്നു മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് കാരണം ചില രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്. അപ്പൊ ചൈനയ്ക്ക് പുറത്ത് ജനിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവൻ എന്തെങ്കിലുമൊക്കെ ഈ ലാമയുടെ ബുദ്ധനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായിട്ടുള്ള അടയാളങ്ങൾ കാണിക്കും, ചില സൂചനകൾ നൽകും. ആ സൂചനകളെ വ്യാഖ്യാനിച്ചാണ് ഈ ശിശുവാണ് അടുത്ത ലാമയാകാൻ പോകുന്നതെന്ന് അവർ കണ്ടുപിടിക്കും. അതിൻ്റെ ചില സൂചനകൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള അസാധാരണ സിദ്ധിയുള്ള കുഞ്ഞുങ്ങളെ ഈ ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ കാണിക്കുമ്പം ഇത് എൻ്റെയാണ്, ഞാനാണ് ഇതിൻ്റെ ഉടമ എന്നുള്ള രീതിയിലെ ആ കുഞ്ഞ് പെരുമാറണം. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ബുദ്ധനായിട്ട് ഇല്ലെങ്കിൽ ദലൈലാമയായിട്ട് അംഗീകരിക്കുക. ഞാൻ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം അവൻ ചെയ്യുന്ന പ്രവൃത്തികളെ വ്യാഖ്യാനിച്ച് മാത്രമേ ബുദ്ധന്മാർക്ക് ഇല്ലെ ബുദ്ധിസത്തിന് പുതിയ ലാമയാരാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുമായിട്ടുള്ള ഒരു താരതമ്യം ഈശോയായിട്ട് ഒത്തുപോയി അല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നൊരു ഉദാഹരണമേ ഉള്ളൂ. ഈശോ രക്ഷകനാണ്, അവൻ മനുഷ്യാവതാരം ചെയ്യുന്ന ദൈവമാണെന്നുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വെളിപാട് വരെ പ്രവചനങ്ങളിലൂടെ, അറിയിപ്പുകളിലൂടെ, വാഗ്ദാനങ്ങളിലൂടെ നമ്മൾ കാണും. അപ്പോൾ ഈ മിശിഹാ വിജ്ഞാനീയത്തിന്റെ അടിത്തറയായിട്ട് നിലകൊള്ളുന്നത് ഈശോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണെന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് വാഗ്ദാനം? ഈ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യനോട് ദൈവം പറയുന്ന ഒരു വാഗ്ദാനമാണ്, ഞാൻ നിങ്ങൾക്കൊരു രക്ഷകനെ നൽകും. പാപത്തിന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി, ആ സന്തതിയെ പരിക്കേൽപ്പിക്കാനായിട്ട്, അവനെ അസ്വസ്ഥപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും സർപ്പത്തിന് സാധിക്കും. പക്ഷേ അവൻ തിന്മയുടെ തല തകർക്കും. എപ്രകാരമാണ് ഈശോ തിന്മയുടെ തല തകർക്കുന്നതെന്ന് പ്രതീകാത്മകമായിട്ട് നമുക്ക് വെളിപാടിന്റെ പുസ്തകത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഉൽപ്പത്തിയിലുള്ള പ്രവചനം അതേപടി വാച്യാർത്ഥത്തില് അല്ലെങ്കിൽ പ്രതീകാത്മകമായ രീതിയിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ പൂർത്തിയാകുന്നത് നമ്മൾ കാണുമ്പോഴാണ് ഈ മിശിഹാ വിജ്ഞാനീയത്തിന്റെ ഈ ഒരു അപാരത, അല്ലെങ്കിൽ അത് എത്ര മനോഹരമായ രീതിയിൽ പ്രവചിക്കപ്പെട്ട് അത് പൂർത്തീകരിക്കപ്പെട്ട് നമ്മുടെ മുൻപിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയെ സൂചിപ്പിക്കുന്ന ഈ സംബോധനകൾ, ടൈറ്റിൽസ്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈശോ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്. ഇനി ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിൽ ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ഒരു വലിയ വാഗ്ദാനമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ജനത്തിന്റെ പ്രതീക്ഷയുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിമയോൻ എന്ന ജ്ഞാനവൃദ്ധൻ ആ ആളുടെ കൈകളിലേക്ക് ഈശോയെ കൊടുക്കുമ്പോൾ, ശിശുവായ ഈശോയെ കൊടുക്കുമ്പോൾ ആ മനുഷ്യന്റെ പ്രാർത്ഥന, കർത്താവെ അങ്ങയുടെ ദാസനെ ഇപ്പോൾ സമാധാനത്തിൽ വിട്ടയക്കണം. ഞാൻ എന്തിനു വേണ്ടിയാണോ ഈ പതിറ്റാണ്ടുകൾ കാത്തിരുന്നത് അത് എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രതീക്ഷയുടേതാണ്. അതുപോലെ സങ്കീർത്തനങ്ങൾ എനിക്ക് തോന്നുന്നു 72 എൻ്റെ ഒരു ഓർമ്മ. അവിടെയുള്ള പ്രാർത്ഥനയുണ്ട്, കർത്താവെ അങ്ങ് ഇറങ്ങി വരണമേ, പുല്ലിന്മേൽ മഞ്ഞുതുള്ളി പോലെയും വരണ്ട നിലത്തിന്മേൽ മഴത്തുള്ളി പോലെയും അങ്ങ് ഇറങ്ങി വരണമേ. ദൈവത്തിന് വേണ്ടിയുള്ള ഈ മനുഷ്യാവതാരത്തിന് വേണ്ടിയുള്ള ജനത്തിന്റെ കാത്തിരിപ്പാണ്. കർത്താവെ ഇറങ്ങി വരണമേ. ഈ പുല്ലിന്റെ തുമ്പിലേക്ക് പ്രഭാതത്തിൽ മഞ്ഞുതുള്ളികൾ വരുന്നത് പോലെ ഈ വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് ഒരു മഴ പെയ്ത് ആ മണ്ണിനെ കുളിർപ്പിച്ച് വിത്തുകളെ മുളപ്പിക്കുന്നത് പോലെ ഈ വരണ്ടുപോയ ഹൃദയങ്ങളിലേക്ക്
ജനതകളിലേക്ക്, ലോകത്തിലേക്ക് മനുഷ്യപുത്രൻ ഇറങ്ങി വരണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് സങ്കീർത്തനങ്ങളിൽ കാണാം. അങ്ങനെ ഈ വലിയ പ്രതീക്ഷ, ഇപ്പൊ വാഗ്ദാനവും പ്രതീക്ഷയും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഈശോയുടെ മനുഷ്യാവതാരം. ഇനി ഈ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകൻ, ഇസ്രായേൽ ജനം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന രക്ഷകൻ, അവരുടെ പ്രതീക്ഷയുടെ പൂവണിയിലാണ് മനുഷ്യാവതാരം. പക്ഷെ എങ്ങനെയുള്ള രക്ഷകനെയാണ് ഇസ്രായേൽ കാത്തിരുന്നത്? അവിടെ ചെറിയൊരു ട്വിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അവര് കാത്തിരുന്നത് ഒരു പട്ടാള നേതാവിനെ പോലെ, ഒരു രാജാവിനെ പോലെ മിശിഹ വരും, അവൻ വന്ന് റോമാക്കാരെ ജെറുസലേമിൽ നിന്ന് തുരത്തും, ജെറുസലേം ദേവാലയം വീണ്ടും ഇസ്രായേലിന്റെ സ്വന്തമായിട്ട് മാറും, അത് നഷ്ടപ്പെട്ടു പോയ ദാവീദിന്റെ സിംഹാസനം അവൻ പുനഃസ്ഥാപിക്കും, ഇസ്രായേലിനെ യൂദയായെയും ഒന്നിച്ചു ചേർക്കും. അങ്ങനെ ഇസ്രായേൽ വീണ്ടും ദൈവത്തിന്റെ ഒരൊറ്റ ജനത, ഒരു രാജ്യം, ഒരു ജനത, ഒരു ദേവാലയം, ഒരു ബലിപീഠം, അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് ഇസ്രായേൽ വിശ്വസിച്ച് കാത്തിരുന്നു. പക്ഷേ ഈ ജനിക്കാൻ പോകുന്ന ഈ ദാസനെ കുറിച്ച്, ശിശുവിനെ കുറിച്ച് പ്രവചനങ്ങളിലൂടെ ദൈവം പറഞ്ഞത് ഇവൻ സഹനത്തിന്റെ ദാസനായിരിക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 3 ഇടങ്ങളിൽ നമ്മൾ കാണും ഈ സഹനദാസനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. അവൻ അടിച്ചവർക്ക് പുറവും താടിമീശ വലിച്ചു പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്തു, തുപ്പലിൽ നിന്നും നിന്നയിൽ നിന്നും അവൻ പിന്മാറിയില്ല. അങ്ങനെ അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. മനുഷ്യാർഹമായ രൂപമോ ആരെയും ആകർഷിക്കത്തക്ക സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവനെ കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളഞ്ഞു. വേദനകളുടെ മനുഷ്യൻ, ക്ലേശങ്ങൾ സഹിച്ചവൻ, സർവരാലും പരിത്യക്തൻ, വേദനകളുടെ മനുഷ്യൻ എന്നൊക്കെയാണ് യേശയ്യ ഈശോയെ കുറിച്ച് പറയുന്നത്. അതായത് ഈ എല്ലാവരെയും അടിച്ചോടിക്കുന്ന, തുരത്തുന്ന ഒരു സൈനിക നേതാവായിട്ടല്ല, ചക്രവർത്തിയായിട്ടല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ദാസനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അപ്പൊ ആ ദൗത്യത്തെ അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈശോ തന്നെ മനുഷ്യപുത്രൻ എന്ന് നിരന്തരം വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കാണാൻ കഴിയും ഈശോയുടെ വ്യക്തിത്വം, അത് ഈ ഇസ്രായേലിന്റെ പ്രതീക്ഷയുടെ, ഇസ്രായേലിന്റെ ചരിത്രത്തിന്റെ ഒരു സമ്മേളനമാണ്, സമഗ്രതയാണ്, പൂർണ്ണതയാണ്. കാരണം ഇസ്രായേല് ദൈവത്തെ അനുഭവിച്ചത് 3 സ്ഥാപനങ്ങളില്ലെങ്കിൽ 3 സംവിധാനങ്ങളിലൂടെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒന്ന് എന്താണ്? അത് പൗരോഹിത്യമാണ്. ഇസ്രായേലിന്റെ മുൻപിൽ ദൈവം ഇടപെടുന്നു, അവരെ മുമ്പോട്ട് നയിക്കുന്നു എന്നുള്ളതിന് അവർക്ക് ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് നിന്നത് പുരോഹിതന്മാരാണ്. അത് ആരംഭിക്കുന്നത് അഹ്റോനിലൂടെയാണ്. അഹ്റോൻ സമാഗമ കൂടാരത്തിലെ ബലികളും കാഴ്ചകളും അർപ്പിക്കുമ്പം കർത്താവിന്റെ മഹത്വം ആ കൂടാരത്തിന് മുകളിലേക്ക് വരും. അഹ്റോൻ ജനത്തിന് വേണ്ടി പാവപരിഹാരം ചെയ്ത് ബലി അർപ്പിക്കുമ്പോൾ ദൈവം അവരുടെ പാവങ്ങൾ ക്ഷമിക്കും. അങ്ങനെ ദൈവം ഇടപെടുന്നു, ദൈവം രക്ഷിക്കുന്നു, ദൈവം പാപങ്ങൾ മോചിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ അടയാളമായിട്ട്, തെളിവായിട്ട് ഇസ്രായേൽ കണ്ടിരുന്നത് ഈ പൗരോഹിത്യ സംവിധാനത്തെയാണ്. രണ്ടാമത്തേത് പ്രവാചകനെയാണ്. മോശയെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവാചകന്മാരോട് മുഖാഭിമുഖം സംസാരിക്കും, ദർശനത്തിൽ എന്ന പോലെ ഞാൻ അവനെ വെളിപ്പെടുത്തും. മോശ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ജെറമ്യായോട് ദൈവം പറയുന്നുണ്ട്, നീ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി തിരഞ്ഞെടുത്തു, നിന്നെ വിശുദ്ധീകരിച്ചു. അങ്ങനെ സാമുവേൽ പ്രവാചകൻ ഇസ്രായേലിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവാചകനാണ്. നമ്മുടെ അറിവില് ഏറ്റവും പഴക്കമുള്ളയാളും ദൈവത്തിന് മുമ്പിൽ അത്രമേൽ നീതിമാനായിട്ട് വളർന്ന ഒരാളുമാണ് സാമുവേൽ. അവൻ ബാല്യകാലം മുതൽ ദൈവസന്നിധിയിലാണ്. അവൻ വാഗ്ദാന പേടകത്തിന്റെ ഓരത്ത് ഉറങ്ങി വിശ്രമിച്ച് ദൈവത്തിന്റെ വിളി കേട്ടവനാണ്. ഇപ്രകാരം ദൈവത്താൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സാമുവേൽ, ആ പ്രവാചകൻ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഹൃദയം അറിയുന്ന ആളാണ്, ദൈവത്തിന്റെ വചനങ്ങൾ അറിയുന്നവനാണ്, ദൈവം എന്താണ് ചിന്തിക്കുന്നത് എന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നവനാണ്. രാജാവ് ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ ആദ്യം ചെന്ന് ചോദിക്കുന്നത് പ്രവാചകനോടാണ്, ഞങ്ങൾ പോകണോ? അപ്പം പ്രവാചകൻ പറഞ്ഞു, ഇപ്പൊ പോകണ്ട, എന്നാൽ പോകുന്നില്ല.
പ്രവാചകനാണ്, പൊക്കോ, ദൈവം ശത്രുക്കളെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കും, അവർ പോകും. അങ്ങനെ ദൈവത്തിന്റെ മനസ്സറിയുന്ന ആള് പ്രവാചകനാണ്, അവൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. മൂന്നാമത്തതാണ് രാജാവ്. ഇസ്രായേല് ഒരു രാജാവിന് വേണ്ടി ആഗ്രഹിച്ചു, കാരണം അവർക്ക് പുരോഹിതനും ഉണ്ട്, പ്രവാചകനും ഉണ്ട്. പക്ഷെ അവർ നോക്കുമ്പോൾ മറ്റുള്ള ജനങ്ങൾ, വിജാതിയർക്ക് രാജാവും ഉണ്ട്. ഈജിപ്തിലും രാജാവ് ഉണ്ടായിരുന്നു, ഫറവോയാണ് ദൈവതുല്യനായ രാജാവ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ജനം പറയുകയാണ് സാമുവേലിനോട്, ഞങ്ങൾക്കും രാജാവിനെ വേണം. അപ്പോ സാമുവേല് പറയാണ്, നിങ്ങൾക്ക് രാജാവിന് തന്നാൽ സംഗതി ഗുരുതരമാകും. ഇപ്പോഴത്തെ പോലെയൊന്നും അല്ല. നിങ്ങളുടെ നല്ല മുന്തിരിത്തോട്ടങ്ങളും നിങ്ങളുടെ നല്ല പാടങ്ങളും നിങ്ങളുടെ നല്ല തോട്ടങ്ങളും ഒക്കെ രാജാവ് അടിച്ചു മാറ്റും, സ്വന്തമാക്കും, അവൻ ബലം പ്രയോഗിച്ച് മേടിക്കും. നിങ്ങളുടെ മക്കളെ അവൻ പടയാളികളാക്കും, സൈന്യത്തിന് നിയമിക്കും. പുരുഷന്മാരൊക്കെ അവന്റെ പടയാളികളും കാവൽക്കാരുമായിട്ട് മാറും. നിങ്ങളുടെ മക്കളിൽ സുന്ദരികളായിട്ടുള്ളവരെ അവൻ തന്റെ അന്തപുരത്തിലേക്കും തന്റെ അടുക്കളയിലേക്കും എല്ലാം നിയോഗിക്കും. അങ്ങനെ രാജാവ് നിങ്ങൾക്കൊരു ബാധ്യതയായിരിക്കുമെന്ന് സാമുവേൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ വേണം. അപ്പൊ ദൈവം പറയാണ്, ദൈവമായ കർത്താവായ ഞാനായിരിക്കും അവർക്ക് രാജാവ്, പക്ഷെ എങ്കിലും എൻ്റെ മക്കൾ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞാനൊക്കെ രാജാവിനെ കൊടുക്കാം. പക്ഷെ നമ്മൾ കാണും, ഈ മൂന്ന് സംവിധാനങ്ങളും വഴിതെറ്റി പോകുന്നു. പുരോഹിതന്മാർ വഴിതെറ്റി പോകുന്നുണ്ട്. അതാണ് ഹേലിയുടെ മക്കൾ. നമ്മൾ സാമുവേലിന്റെ പുസ്തകത്തിൽ കാണും, ഹേലിയുടെ മക്കൾ ദൈവത്തിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതരായിരുന്നു. ഇപ്പൊ ബലിയർപ്പിക്കുമ്പം ഈ ബലിയർപ്പിക്കപ്പെടുന്ന വസ്തുവിന്റെ ഒരു ഭാഗം അവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. പക്ഷെ ഹേലിയുടെ മക്കൾ ബലിയർപ്പണത്തിൽ ഉദാസീനത കാണിക്കുകയും നിയമങ്ങളിൽ വീഴ്ച വരുത്തുകയും ജനങ്ങളിൽ നിന്ന് കൈക്കൂലി സ്വീകരിക്കുകയും ബലിവസ്തുവിന്റെ വലിയ പങ്ക് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പുരോഹിതന്മാര് നശിക്കുന്നത്, അവരുടെ ധാർമ്മികമായ ശക്തി കുറഞ്ഞു കുറഞ്ഞു പോകുന്നത്, അവരില് ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നത് നമ്മൾ അവിടെ കാണും. രാജാവ് പരാജയപ്പെടുന്നത് ഒന്നാമത്തെ രാജാവ് മുതൽ നമുക്ക് കാണാൻ കഴിയും. സാവൂള് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. അവൻ ശത്രുക്കളെ കീഴടക്കിയപ്പോൾ എല്ലാവരെയും കൊന്നുകളയണം എന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ചു പേരെ, കാളകളെ, കുറച്ച് സ്വർണത്തെയൊക്കെ മാറ്റി വെച്ചു. എന്തിനാ വെറുതെ കത്തിച്ച് കളയുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ദാവീദ്, ഈ പരാജയപ്പെട്ടു പോയ ഒരു രാജാവിന് പകരം അഭിഷിക്തനായവനാണ് ദാവീദ്. ദാവീദ് ഊറിയായുടെ ഭാര്യയെ മോഹിച്ച് ഊറിയായെ ചതിയിൽ കൊല്ലിക്കുന്നതും ബത്ശബയെ സ്വന്തമാക്കുന്നതും ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ മുഴുവനും ദാവീദിന്റെ പശ്ചാത്താപത്തിന്റെ, വിലാപത്തിന്റെ, കണ്ണുനീരിന്റെ പ്രകടനമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ രാജാവും പരാജയപ്പെടുന്നു. പിന്നീട് രാജാക്കന്മാർ ഒന്നാം പുസ്തകവും രണ്ടാം പുസ്തകവും കാണാൻ കഴിയും. ഇങ്ങ് ജോസിയ വരെ നീളുന്ന ഒരു വലിയ പരമ്പരയാണ്. എല്ലാവരും പരാജയപ്പെടുന്നവരാണ്. മൂന്നാമത്തതാണ് പ്രവാചകൻ. പ്രവാചകൻ പരാജയപ്പെടുന്ന ഇടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പ്രവാചകനെ ജനം പരാജയപ്പെടുത്തുന്ന ഇടങ്ങളും കാണാൻ കഴിയും. ജനം കല്ലെറിഞ്ഞു കൊല്ലുന്നു, അവരെ ഉപദ്രവിക്കുന്നു, പൊട്ടക്കിണറ്റിൽ താഴ്ത്തുന്നു. അതുപോലെ ദൈവത്തോട് കലഹിക്കുന്ന പ്രവാചകന്മാരെ കാണാൻ കഴിയും. ദൈവത്തോട് സംശയം പറയുന്ന ഏലിയായെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദൈവത്തോട് കലഹിച്ച് ദൈവം നിനിവയിലേക്ക് പോകാൻ പറയുമ്പോൾ താർഷീഷിലേക്ക് പോകുന്ന യോന പ്രവാചകനെ കാണാൻ കഴിയും. അങ്ങനെ ഒത്തിരിയേറെ ഇടങ്ങളിൽ പ്രവാചകൻ ദൈവത്തോട്, ജെറമിയ, ഞാൻ ഇനി ഒരിക്കലും നിന്റെ പേരിൽ സംസാരിക്കുകയില്ല, ഞാൻ ഇനി വാ തുറക്കുകയില്ലെന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പരാതി പറയുന്ന, കലഹിക്കുന്ന ജെറമിയായെ നമുക്ക് കാണും. ഇവരൊന്നും പരിപൂർണ്ണയോടെ പരാജയപ്പെട്ടു എന്നല്ല, പക്ഷെ അവരുടെ ദൗത്യത്തിൽ ചില വേളകളിലെങ്കിലും അവർ ദൈവത്തിന്റെ മുമ്പിൽ പരാതികൾ അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഈ ദൈവത്തിന്റെ ഹിതം പൂർണ്ണമായിട്ടും നിറവേറ്റാൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട മൂന്ന് സംവിധാനങ്ങൾ, രാജാവും പ്രവാചകനും പുരോഹിതനും, ഈ മൂന്ന് പേരും പരാജയപ്പെടുന്നതിനെ നമ്മൾ കാണുമ്പോൾ ആ പരാജയപ്പെട്ട സംവിധാനങ്ങളെ മൂന്നും ക്രിസ്തു എന്ന ഒരാളിലേക്ക് ദൈവം ഇങ്ങനെ സന്നിവേശിപ്പിക്കുന്നത് നമ്മൾ കാണും. അതുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിൽ കാലിത്തൊഴുത്തിലായിരിക്കുമ്പോൾ അവനെ കാണാൻ വേണ്ടി വരുന്ന രാജാക്കന്മാർ, ജ്ഞാനികൾ, അവർ സമർപ്പിക്കുന്ന ആ മൂന്ന് കാഴ്ച വസ്തുക്കൾ, മീറ, പൊന്ന്, കുന്തിരിക്കം, ഇത് മൂന്നും രാജാവിൻ്റെയും പ്രവാചകന്റെയും അതുപോലെ തന്നെ പുരോഹിതന്റെയും പ്രതീകങ്ങളാണ്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് സർവ്വജനപദത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ വലിയ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള മാലാഖയുടെ അറിയിപ്പ്, വിളംബരം. അതിൻ്റെ പിന്നാലെ വരുന്ന ജ്ഞാനികൾ അർപ്പിക്കുന്ന കാഴ്ചകൾ, ഈ മൂന്ന് സംവിധാനങ്ങളും ഈശോ എന്ന വ്യക്തിയിൽ ലയിച്ചു ചേരുന്നതായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്.
അപ്പോൾ ഈശോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ ആരൊക്കെയാണ്? അവൻ ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അവൻ അതേസമയം അവൻ ഇസ്രായേലിന്റെ പുരോഹിതനാണ്. ഹെബ്രായ ലേഖനം മനോഹരമായിട്ട് പറയും, അവൻ എന്നേക്കുമായിട്ട് ഒരു ബലി അർപ്പിച്ചു കഴിഞ്ഞു. ആ ബലിയുടെ പ്രത്യേകത, അവൻ ബലി അർപ്പകനും ബലി വസ്തുവുമാണ്. അന്നുവരെയുള്ള എല്ലാ പുരോഹിതന്മാരും ഏതെങ്കിലുമൊക്കെ ബലിമൃഗങ്ങളെ ബലിപീഠത്തിൽ അർപ്പിച്ച് ദൈവത്തിന് മുൻപിൽ ഈ ബന്ധത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ എന്താണ്? അവൻ തന്നെ ഒരു ബലിവസ്തുവാക്കി പിതാവായ ദൈവത്തിന് അർപ്പിക്കുകയാണ് ചെയ്തത്. അവൻ പുരോഹിതനാണ്. രണ്ട്, അവൻ പീലാത്തോസിനോട് പറഞ്ഞു, ഞാന് ഈ ഐഹികമായ രാജാവല്ല, ഞാൻ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിന്റെ അധിപനാണെങ്കിൽ എൻ്റെ സേവകന്മാർ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ രാജാവാണ്, എൻ്റെ രാജ്യം ഇവിടെയല്ല. അവൻ സംസാരിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കൂ. അപ്പോൾ ഈ ഭൂമിയുടെ സകല കെട്ടുപാടുകൾക്കും ഉപരിയായിട്ടുള്ള ഒരു സാമ്രാജ്യം, ഒരു രാജ്യത്തെ അവൻ വിഭാവനം ചെയ്തു, അതിനെ അവൻ വിളംബരം ചെയ്തു. അതിലേക്ക് വിശ്വസിക്കാനായിട്ട് അപ്പസ്തോലന്മാരെയും അവരുടെ പിൻഗാമികളെയൊക്കെ തിരഞ്ഞെടുത്തു. ആ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് അവൻ മാമോദീസ എന്ന കൂദാശ സ്ഥാപിച്ച് മാമോദീസ ജ്ഞാനസ്നാനം നൽകാനായിട്ട് ശിഷ്യന്മാരെ ലോകത്തിന്റെ അതിർത്തികൾ വരെ പറഞ്ഞയച്ചു. അതുപോലെ അവൻ പ്രവാചകനാണ്, കാരണം അവൻ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞവനാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഈശോയെ അവതരിപ്പിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നുള്ള തിരുവചനം കൊണ്ടാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഈ വചനം ദൈവത്തോടു കൂടെയായിരുന്നു. എന്ന് വെച്ചാൽ അവൻ ദൈവം തന്നെയായിരുന്നു. അപ്പൊ ദൈവം എന്താണോ മനുഷ്യകുലത്തോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്, അതിന്റെ പൂർണ്ണത മിശിഹായിലാണ്. അതുകൊണ്ടാണ് ഈശോയെ ഈ വെളിപാടിന്റെ പൂർണ്ണത എന്ന് വിളിക്കുന്നത്. അന്നുവരെ ഈ പുരോഹിതന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ, പൂർവ്വപിതാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെയൊക്കെ ദൈവം മനുഷ്യകുലത്തോട് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചോ, അതെല്ലാം ഭാഗികമായിട്ടുള്ള വെളിപാടുകളാണ്. ദേ വർ പാർഷ്യൽ റെവലേഷൻസ്. പക്ഷെ അത് സമഗ്രതയിൽ ദൈവം എന്താണോ ഈ മനുഷ്യകുലത്തോട് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്, അതിന്റെ പൂർണ്ണതയിൽ, സമഗ്രതയിൽ മനുഷ്യകുലത്തെ തേടി വന്നതാണ് എന്ത്? ഈശോയുടെ മനുഷ്യാവതാരം. അതുകൊണ്ടാണ് അവനെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം, ദൈവത്തിന്റെ വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, അവൻ വചനം തന്നെയായ മിശിഹാ തമ്പുരാനാണെന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും അടയാളപ്പെടുത്തുന്നത്. ഇനി ഈശോ എന്ന് ഞാൻ പറഞ്ഞു, ഈശോ വാഗ്ദാനങ്ങളുടെ ഇതാണ്, ഉടമ്പടിയുടെ പ്രതീക്ഷയാണ്, സഹിക്കുന്ന ദാസനാണ്, മനുഷ്യപുത്രനാണ്, രാജാവും പുരോഹിതനും അതുപോലെ തന്നെ പ്രവാചകനുമാണ്. ഇങ്ങനെ ഈശോ ആരാണ് എന്നതിനെ കുറിച്ച് ധാരാളമായിട്ടുള്ള സംബോധനകളും അവനെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മുടെ മുൻപിലുള്ള ഒരു വലിയ പ്രശ്നം, ഇല്ലെങ്കിൽ ഈ ക്രിസ്തു വിജ്ഞാനീയത്തിലെ ഒരു വലിയ പ്രശ്നമായിരുന്നു ദൈവത്തിലെ 3 ആളുകൾ: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം ഒരു ദൈവമാണ്. പക്ഷെ അതേസമയം 3 ആളുകളാണ്. 1 God 3 persons, 3 വ്യക്തികളാണ്. ഈ 3 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ജോസ് പോൾ ചെറുമേൽ ചേട്ടനെയും അതുപോലെ തന്നെ ആനി സിസ്റ്ററാണോ, അല്ലെങ്കിൽ ഒരു അമ്മ ചേച്ചി ആയിരിക്കാം, ബീന മാത്യു, ഇല്ലെങ്കിൽ ബേബി അച്ഛൻ, ഇങ്ങനെയുള്ള ഈ വ്യത്യസ്തരായ 3 ആളുകളുണ്ട്. ദൈവത്തിൽ 3 ആളുകളുണ്ട്, 3 persons. പക്ഷെ അതേസമയം ഈ 3 പേരും കൂടി ഒരു ദൈവവുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദൈവത്തിലെ ഒരാളായ പുത്രൻ മനുഷ്യാവതാരം ചെയ്യുമ്പോൾ ഈ പുത്രൻ ശരിക്കും ദൈവമാണോ? അവനിൽ ദൈവത്വം എന്തുമാത്രം ഉണ്ട്? ഇങ്ങനെയുള്ള മാനുഷികമായ ചിന്തകള് ഈ മിശിഹാ വിജ്ഞാനീയത്തെ, ക്രിസ്തു വിജ്ഞാനീയത്തെ നിരന്തരം ആക്രമിക്കുന്നത് നമുക്ക് ചരിത്രത്തെ കാണാൻ കഴിയും. അങ്ങനെ ഈശോയുടെ ദൈവത്വം അതിനെ നിരന്തരം ചോദ്യം ചെയ്ത ധാരാളം പ്രബോധനങ്ങൾ, ചിന്തകള് സഭയുടെ ചരിത്രത്തിലുണ്ട്. നമ്മൾ അതിനെയാണ് പാഷണ്ഡതകൾ എന്ന് വിളിക്കുന്നത്, ഹെരസീസ്. ഈ പാഷണ്ഡതകളുടെ എല്ലാത്തിൻ്റെയും ഉത്ഭവം, ഈശോ ശരിക്കും ദൈവമാണോ അതോ മനുഷ്യനാണോ? കാരണം അവൻ തന്നെ-കുറിച്ച് സൂചിപ്പിക്കുമ്പോഴെല്ലാം മനുഷ്യപുത്രൻ എന്ന് പറയുന്നു. അവനെക്കുറിച്ച് പറയുന്ന ആളുകളൊക്കെ അവനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഒരു എന്താ പറയണ്ടേ, ആശയക്കുഴപ്പത്തിൽ നിന്നാണ്, ഈ ഒരു കൺഫ്യൂഷനിൽ നിന്നാണ് ഈശോ ശരിക്കും ആരാണ് എന്നുള്ള ഒരു ചിന്ത ക്രിസ്തു വിജ്ഞാനീയത്തിൽ കടന്നു വരുന്നത്.
അതുകൊണ്ട് തന്നെ ഈശോയുടെ അസ്തിത്വം, അവൻ ആരായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണും. ഈശോയുടെ എല്ലാ പേരിനേക്കാളും പ്രാധാന്യം അർഹിക്കുന്ന പേരാണ്, നാമമാണ് ഞാൻ പറഞ്ഞ വേർഡ് ഓഫ് ഗോഡ്. അവൻ ദൈവ വചനമാണ്. പ്രത്യേകിച്ചും ഈ ഹീബ്രു തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും വചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മുടെ നാട്ടിലും ഉണ്ട്. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ വാക്കാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാരൊക്കെ അവർ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് എപ്പോഴും തയ്യാറായിരുന്നത്. ഒരു വ്യക്തിയെ അയാളുടെ വാക്ക് പ്രതിനിധാനം ചെയ്യുന്നു, ആ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ യോഹന്നാൻ ഈശോയെ അവതരിപ്പിക്കുമ്പോൾ ഇവൻ ദൈവത്തിന്റെ വചനമാണ് എന്ന് അവതരിപ്പിക്കുന്നത്. ഇനി ഈ വചനം എന്നുള്ള നമുക്കറിയാം, അത് ലോകത്തിലെ എല്ലാ മതങ്ങളിലുള്ള കാര്യമാണ്. ഗ്രീക്ക് മതങ്ങളിൽ ഓറക്കിൾസ്, അരുളപ്പാടുകൾ ഉണ്ടായിരുന്നു. ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അഥീനയുടെ ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ചെല്ലുന്ന ആളുകളോട് ദൈവം അവിടെയുള്ള പുരോഹിതരിലൂടെ അല്ലെങ്കിൽ ഈ അശരീരികളിലൂടെ സംസാരിക്കുമായിരുന്നു. ചില ശിശുക്കൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിത ലക്ഷ്യം എന്താണ്, ഇവരാരാണെന്നൊക്കെയുള്ള കാര്യം ഈ അരുളപ്പാടായിട്ട് വിളംബരം ചെയ്യപ്പെടുമായിരുന്നു. നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓംകാരം, ഓം, ആ ശബ്ദത്തിലൂടെയാണ് എല്ലാം ഉണ്ടായതെന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആദി മന്ത്രം, ആദിമ സ്വരമാണ് ഓംകാരം. അതുപോലെ തന്നെ മറ്റ് മതങ്ങളിലൊക്കെ ഈ ഇസ്ലാം സഹോദരങ്ങൾ അള്ളാഹയുടെ വചനങ്ങളാണ് ഖുർആൻ. ഇങ്ങനെ ഈ എല്ലാ മതങ്ങളിലും ഈ സ്വരം, വചനം എന്നുള്ളതിന് ഒരു വലിയ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആഴമുള്ളത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം ഈശോയെ അവതരിപ്പിക്കുന്നതും ഈ ഗ്രീക്ക് തത്വചിന്തയുടെയൊക്കെ വെളിച്ചത്തിലാണ്. അവൻ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അവിടെ പറയുന്നത് എന്തൊക്കെയാണ്? അവൻ ഇങ്ങനെ വെറും ഒരു വചനമല്ല, അവൻ ആദ്യം മുതലേ ഉള്ളവനാണ്. സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവത്തോടു കൂടെ ആയിരുന്നവനാണ്. ഞാൻ ആ വചനഭാഗം ഒന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മളത് കൂടെ വായിച്ച് ധ്യാനിക്കേണ്ട ഒരു സുവിശേഷ ഭാഗമാണ്. നമുക്ക് കേൾക്കാൻ ഇപ്രകാരമാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇപ്പോൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈശോ ആരാണ്? ഈശോ വചനമാണ്. ആരുടെ വചനം? ദൈവത്തിന്റെ വചനം. ആ വചനത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ ദൈവമാണ്. ആദിയിൽ എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ ചിന്തയും ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ദൈവമാണ്. അന്ന് ദൈവത്തിന്റെ വചനവുമാണ്. അപ്പോൾ ഇവൻ സൃഷ്ടിക്കപ്പെടാത്ത ഒരാളാണ്. ഇവൻ കേവലം ഒരു സൃഷ്ടിയോ ഈ പരിമിതമായ ഒരു ജനനം, മരണം അങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യനല്ല. മറിച്ച് അവൻ ആദി മുതലേ ഉള്ളവനാണ്. അത് സൂചിപ്പിക്കാനാണ് യോഹന്നാൻ പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ ഹി വാസ് വൺ വിത്ത് ഗോഡ്, വൺ വിത്ത് ദ ഫാദർ. ഒരു വ്യക്തിയെ, ആ വ്യക്തിയിൽ നിന്ന് അയാളുടെ വാക്കുകളെ, അയാളുടെ വചനങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ, അടർത്തി മാറ്റാനായിട്ട് സാധ്യമല്ല. കാരണം ദേ ആർ ഇൻട്രിൻസിക്കലി യുണൈറ്റഡ്. ഞാൻ ഈ പറയുന്ന വാക്കുകളും എൻ്റെ മൂല്യങ്ങളും എൻ്റെ ആശയങ്ങളും എന്നോട് അത്രമേൽ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനെ മാറ്റി ബേബി അച്ഛൻ്റെ വാക്കുകളും അങ്ങനെ രണ്ടാക്കാൻ പറ്റിയല്ല. എന്നിൽ നിന്നാണ് എൻ്റെ വാക്കുകൾ വരുന്നത്. എന്നിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ തന്നെയാണ്. എൻ്റെ ആശയങ്ങളും എൻ്റെ ചിന്തയും എൻ്റെ വിശ്വാസവും എൻ്റെ യുക്തിയും എല്ലാമാണ് എൻ്റെ വാക്കുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് അയാളുടെ വാക്കുകളെ, വചനങ്ങളെ വേർതിരിക്കാനായിട്ട് സാധിക്കുകയില്ലാത്ത പോലെ ഇവിടെ പറയുകയാണ് വചനം ദൈവത്തോടു കൂടെയായിരുന്നു. എന്നിട്ട് അതൊന്നുകൂടെ യോഹന്നാൻ അണ്ടർലൈൻ ചെയ്യുകയാണ്, ആ വചനം ദൈവമായിരുന്നു. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ ആശയങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുവാണ്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറഞ്ഞ് ദൈവമുള്ള അന്നു മുതൽ ഈ പുത്രനുമുണ്ട്, വചനവും ഉണ്ട്, സമസ്തവും അവനിലൂടെ ഉണ്ടായി. അതാണ് അവന്റെ പ്രത്യേകത. ഈ നമ്മുടെ കൺമുമ്പിലുള്ള എല്ലാത്തിൻ്റെയും പുറകിൽ ഇവനുണ്ട്. കാരണം ദൈവമാണ് എല്ലാത്തിൻ്റെയും കാരണം. ഗോഡ് ഈസ് ദ പ്രൈം കോസ്. നമ്മുടെ ഫിലോസഫിയിലും മെറ്റാഫിസിക്സിലൊക്കെ പഠിക്കുന്ന കാര്യമാണ്. ഹി ഈസ് ദ പ്രൈം കോസ്. എല്ലാത്തിൻ്റെയും ഉറവിടം, ആദി കാരണം ഇവനാണ്. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല.
സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും അവനിലൂടെയാണെന്ന് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നതിന്റെ അടിസ്ഥാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായമാണ്. എന്നിട്ട് പറയുകയാണ്, അവരിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് ഈശോയുടെ അസ്തിത്വം. അവൻ എപ്രകാരമാണ് ദൈവമായിരുന്നത്, ദൈവമായിരുന്ന അവൻ എപ്രകാരമാണ് ദൈവത്തിന്റെ വചനമായിരുന്നത്, ആ ദൈവത്തിന്റെ വചനം എപ്രകാരമാണ് ഭൂമിയിലേക്ക് വന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് യോഹന്നാൻ പറയുന്നുണ്ട്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ശരിക്കും പറഞ്ഞാൽ വസിച്ചു എന്നല്ല, കൂടാരം അടിച്ചു എന്നാണ്. ദൈവം ദൈവത്തിന്റെ കൂടാരത്തെ, ഈ ഇസ്രായേല് മരുഭൂമിയിലായിരുന്ന നാളുകളിൽ സമാഗമ കൂടാരത്തില് ദൈവത്തിന്റെ മഹത്വം വന്ന് സമാഗമ കൂടാരവും അതിന്റെ പരിസരങ്ങളും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞതുപോലെ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാം അധ്യായം 1-ാം വാക്യത്തില്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി ഇരുളടഞ്ഞതും ആഴം നിറഞ്ഞതുമായിരുന്നു, ജലത്തിന് മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ചലിക്കുന്ന ചൈതന്യം, അതുപോലെ ഇവിടെ പറയുകയാണ്, ദൈവത്തിന്റെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പൊ ഈശോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, ഈശോ എപ്രകാരമാണ് ദൈവമായിരുന്നത്, അവൻ എങ്ങനെ ദൈവമായിരുന്നു, അവൻ എങ്ങനെ ദൈവത്തിന്റെ വചനമായിരുന്നു, അവൻ വെറും മനുഷ്യൻ മാത്രമായിരുന്നോ എന്നുള്ള സംശയങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. അവിടെ പറയാണ്, അവൻ ആദി മുതലേ ഉള്ളവനാണ്, അവൻ ദൈവമാണ്, അവൻ ദൈവത്തോട് കൂടെ ഉള്ളവൻ, ഹീസ് വൺ വിത്ത് ദ ലോഡ്, ദൈവവുമായിട്ട് ഒന്നായിട്ടിരുന്ന ആളാണ്. അതാണ് പിന്നീട് അവൻ സത്തയിലെ ദൈവത്തോട് ഏക സത്തയാണ് എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വിശ്വാസ പ്രമാണത്തിൽ ഉൾച്ചേരുന്ന പിന്നീട് കാണുന്നത്. അപ്പൊ അങ്ങനെ ഈ ഗ്രീക്ക് തത്വചിന്തയുടെയൊക്കെ വെളിച്ചത്തിൽ ഈശോയെ വചനമായിട്ട് അവതരിപ്പിച്ച്, ഈ വചനം മാംസം ധരിച്ച് മനുഷ്യനായിട്ട് മാറി. ഇനി പിന്നീട് നമ്മൾ കാണാൻ കഴിയും, ഈശോയെ കുറിച്ച് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ഈശോയിലൂടെ തന്നെ പറയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ വാക്കുകളിലൂടെയൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? യോഹന്നാന്റെ ഈ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ അവൻ വെളിച്ചമായിരുന്നു, അവനിൽ ജീവന്റെ വെളിച്ചം ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ എന്താണ്, ഈ കോസ്മിക് ആയിട്ട് ചില ചിന്തകളെ കൊണ്ടുവരുന്നതാണ് ദൈവശാസ്ത്രത്തിന്റെ വെളിച്ചത്തില്. ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകണമെങ്കിൽ വെളിച്ചം വേണം, സൂര്യപ്രകാശം വേണം. ആ വെളിച്ചം പതിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ സസ്യങ്ങൾക്ക് വളരാൻ പറ്റുകയുള്ളൂ, അവയ്ക്ക് ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതിൽ നിന്നുള്ള പൂക്കളും പഴങ്ങളും ഇലകളും ഒക്കെ ഭക്ഷിച്ച് ജീവജാലങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജീവന്റെ കാരണമായിട്ട് പ്രകാശം നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറുചിന്ത, അന്ധകാരം എന്ന് പറയുന്നത് പാപത്തിന്റെ തിന്മയുടെ മേഖലയാണ്. അതിനെ ഇല്ലാതാക്കുന്നത് വെളിച്ചം കടന്നു വരുമ്പോഴാണ്. ഈ പ്രകാശത്തിന്റെ അഭാവമാണ് അന്ധകാരമെങ്കിൽ ഈ പ്രകാശത്തിന്റെ നന്മയുടെ വിശുദ്ധിയുടെ പൂർണ്ണതയാണ് പ്രകാശം. പറയുകയാണ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ അന്ധകാരത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ചൂഴ്ന്നു വയ്ക്കുന്ന സകല തിന്മകളെയും ദൂരീകരിക്കുന്ന, അതിനെ പരിഹരിക്കുന്ന വെളിച്ചം, ആ വെളിച്ചം യഥാർത്ഥ വെളിച്ചമാണെന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുവാണ്. ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഈശോ ദൈവമാണ്, അവൻ അനാദി മുതലേ ഉള്ളവനാണ്, അവൻ സൃഷ്ടിക്കപ്പെട്ടവനല്ല, ദൈവത്തിന്റെ അതേ സത്തയാണ് അവൻ. ദൈവം ഈ പ്രപഞ്ചത്തോട് എന്തെല്ലാം സംസാരിക്കാൻ ആഗ്രഹിച്ചോ ആ വചനങ്ങളുടെ പൂർണ്ണതയാണ്. സോ ഹീസ് ദ ഡിവൈൻ ലോഗോസ് എന്നുള്ള ചിന്തകളിലൂടെ ഈശോയുടെ അസ്തിത്വം എന്താണെന്നുള്ള കാര്യം നമ്മൾ സുവിശേഷങ്ങളിലൂടെ കാണുന്നത്. ഇനി അതിനേക്കാളും മനോഹരം, യോഹന്നാന്റെ ഈ അവതരണം അല്പം തത്വശാസ്ത്രപരമാണ്. അതുകൊണ്ടാണ് അത് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസമുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, ഗ്രീക്കുകാര് വിജ്ഞാനം അന്വേഷിക്കുന്നു, അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അത് ലോകത്ത് ആർക്കും ഇല്ലാത്ത രീതിയിൽ തത്വശാസ്ത്രപരമായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ഗ്രീക്കുകാർക്കേ കഴിയുള്ളൂ. ഈശോയുടെ ദൈവത്വം, അവന്റെ അസ്തിത്വം എങ്ങനെയുള്ളതാണ്, എപ്രകാരമുള്ളതാണെന്ന് നമ്മൾ വീണ്ടും കാണുന്ന ഒരിടം ഈശോയുടെ ജ്ഞാനസ്നാനത്തിന്റെ ഇടമാണ്. നമ്മുടെ ദനഹ, അവന്റെ പ്രത്യക്ഷീകരണത്തിന്റെ നാളുകളാണ്.
നമുക്കറിയാം ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ തിരുപ്പിറവിയുടെ ആ ഒരു കുറച്ച് നാളുകൾ, പ്രത്യേകിച്ചും അതിനെക്കുറിച്ച് ലൂക്കാസ് സുവിശേഷം നൽകുന്ന വളരെ നീണ്ട വിശദീകരണങ്ങൾ, അതിനുശേഷം അതായത് ബാലന ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോകുന്നു, 3 ദിവസം കഴിയുമ്പോൾ അവനെ കണ്ടുകിട്ടുന്നു, അവര് വീട്ടിലേക്ക് മടങ്ങുന്നു, ബാലന ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായിട്ട് ജീവിക്കുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ജോർദാനിലേക്ക് ഈശോ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി 30-ാമത്തെ വയസ്സിൽ വരുന്നതാണ്. അപ്പോൾ ഈശോയുടെ ആ ഒരു ബാല്യം കഴിഞ്ഞിട്ട് യൗവനം വരെയുള്ള കാലം നമ്മുടെ മുൻപിൽ അജ്ഞാതമാണ്. അതിന് കാരണം ആ കാലം ഈശോയുടെ പരസ്യജീവിതവുമായിട്ട് ദൗത്യനിർവഹണവുമായിട്ട് ബന്ധമില്ലാത്തൊരു കാലമാണ്. അവൻ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? അവൻ ദൈവത്തിന്റെ പുത്രനായിട്ട് ജനിച്ചു, ഈ ലോകത്തെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ളവനാണ് എന്നുള്ളതെല്ലാം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യാവതാരം, ഇൻഫൻസി നെറേറ്റീവ്, അത് നൽകപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമുള്ള അവന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടു തുടങ്ങുന്നത് പരസ്യജീവിതം മുതലാണ്. അതുകൊണ്ടാണ് ഇത്രയും നാൾ ഈശോ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. പക്ഷെ നമ്മൾ മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, നമ്മളിപ്പോൾ ഒരാളുടെ ജീവചരിത്രം എഴുതുമ്പോൾ, ഉദാഹരണത്തിന് ആപ്പിൾ കമ്പനിയുടെ, ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പലരുടെയും ഫോണുകൾ ഐഫോണൊക്കെയാണ്, ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിനെ നമുക്കറിയാം. അദ്ദേഹത്തെക്കുറിച്ച് ഐസക്സൺ, ടൈം മാഗസിന്റെ ചീഫ് എഡിറ്റർ ആയിരുന്ന അദ്ദേഹം ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് സ്റ്റീവ് ജോബ്സ് എന്ന് മുതലാണ് ഈ ആപ്പിൾ എന്നുള്ള കമ്പനിയെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അവിടുന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ആരംഭിക്കുന്നത്. അദ്ദേഹം കാമുകന്മാർക്കുണ്ടായ ഈ വെട്ട്ലോക്കിന് പുറത്തുണ്ടായ ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അവർ ഉപേക്ഷിച്ചു. അവനൊരു അനാഥാലയത്തിലായിരുന്നു. അവിടുന്ന് അവൻ ദത്തെടുക്കപ്പെട്ടു. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ അതിനുശേഷം ഉള്ള കാര്യങ്ങൾ വളരെ അവ്യക്തമായ രീതിയിൽ മുമ്പോട്ട് പോയി. ആപ്പിൾ എന്നുള്ള, എനിക്ക് വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കണം, അത് അമൂല്യമായിരിക്കണം എന്നുള്ള ഒരു ചിന്ത ഈ ചെറുപ്പക്കാരിൽ കടന്നുകൂടിയ അന്ന് മുതൽ എങ്ങനെയാണ് ആപ്പിൾ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്, അതെങ്ങനെ വളർന്നു, അതെങ്ങനെ മുമ്പോട്ട് പോയി, എങ്ങനെ നെക്സ്റ്റിലേക്കും പിന്നീട് എന്നാ പേര് മറന്നുപോയി പിക്സാറിലേക്കും ഒക്കെ പിന്നെ എങ്ങനെ വളർന്നു എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അവർ ആക്റ്റീവായിട്ട് ജീവിച്ചു തുടങ്ങിയ ഒരു കാലം മുതൽ രേഖപ്പെടുത്തപ്പെടുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഈ ഈശോയുടെ ബാല്യകാലം മുതൽ പരസ്യജീവിതം വരെയുള്ള ആ ഒരു 10-25 വർഷങ്ങൾ അജ്ഞാതമായി പോയി, അതിനെക്കുറിച്ച് സൂചനകളൊന്നും ഇല്ല എന്നുള്ളതിന് ഒരു വിശദീകരണമായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ബെനഡിക്റ്റ് 16-ന്റെ ജീസസ് ഓഫ് നാസറത്ത് ആ പരമ്പര വായിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഈശോയുടെ ഈ ജനനത്തിന് ശേഷം നമ്മൾ കാണുന്ന വളരെ വളരെ വർണ്ണശബളമായിട്ടുള്ള വിവിഡായിട്ടുള്ള ഒരു വിവരണം ഈശോയുടെ ജ്ഞാനസ്നാനത്തിലാണ്. ഈശോ രഹസ്യജീവിതത്തിൽ നിന്ന്, ഈ രഹസ്യജീവിതം എന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്, ഈശോയിനെ ഒളിച്ചും പാത്തും ജീവിക്കുമായിരുന്നു എന്നല്ല, മറിച്ച് അവന്റെ ജീവിതത്തെക്കുറിച്ച് അധികമൊന്നും പറയാനായിട്ട് മറ്റുള്ളവർക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് ഹി വാസ് ലീഡിങ് ആൻ ഓർഡിനറി ലൈഫ്. ഒരു തച്ചന്റെ മകനായിട്ട് യോസേപ്പിതാവിന്റെ കൂടെ, മറിയത്തിന്റെ കൂടെ അവർക്ക് വിധേയപ്പെട്ട് സാധാരണ ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോവാണ്. സോ ഹി വാസ് ലീഡിങ് ആൻ ഓർഡിനറി ലൈഫ്. അതിന് ഇങ്ങനെ എഴുതപ്പെടാൻ മാത്രമോ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഇങ്ങനെ പറയപ്പെടാൻ മാത്രമോ ഉള്ള സവിശേഷതകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ അതേസമയം അവന്റെ ആ ഒരു സാധാരണമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അസാധാരണമായ ഒരു സംഭവമാണ്, സംതിങ് എക്സ്ട്രാ ഓർഡിനറി. അതാണ് പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിലെ അവന്റെ ജ്ഞാനസ്നാനം. നമ്മൾ കാണണം. അത് നേരത്തെ പറഞ്ഞ ഇവൻ എങ്ങനെയാണ് ഈശോ പുരോഹിതനായിട്ട് മാറിയത് എന്നതിനെ നമ്മൾ കാണുവാണ്. ആരാണ് ഈശോയ്ക്ക് സ്നാനം കൊടുക്കുന്നത്? യോഹന്നാനാണ്, സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ ആരാണ്? പഴയ നിയമ വിധിപ്രകാരമുള്ള ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിതനാണ് സഖറിയ. സഖറിയായ്ക്ക് ഈ ഒരു മകൻ ജനിക്കൂ എന്നുള്ള പ്രവചനം സ്വീകരിച്ചപ്പോൾ അവൻ മൂകനായിട്ട് തീർന്നു. അവൻ ഊമനായി, അവന് സംസാരിക്കാൻ കഴിയാതെ വന്നു. ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനകളും കാഴ്ചകളും സമർപ്പിക്കുന്നവനാണ് പുരോഹിതൻ. അവൻ ദൈവസന്നിധിയിൽ മൂകനായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അതോ അതിന്റെ അർത്ഥം ഹിസ് പ്രീസ്റ്റ്ഹുഡ് ഗോട്ട് ഫ്രീസ്ഡ്, അത് അങ്ങ് നിന്നുപോയി. പിന്നീട് നമ്മൾ കാണുകയാണ് അവൻ തന്റെ ശുശ്രൂഷയുടെ ദിനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ വീട്ടിലേക്ക് മടങ്ങി. അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭവതിയായി കാണപ്പെട്ടു. അങ്ങനെ ഈ പുരോഹിതൻ ദേവാലയത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വരുന്നിടത്ത്
സഖറിയായില് ഈ പഴയ നിയമ പൗരോഹിത്യം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് മരവിച്ച് നിൽക്കുവാണ്. പക്ഷെ അതേസമയത്ത് സഖറിയായുടെ മകനായ സ്നാപയോഹന്നാൻ എന്താണ് ചെയ്യുന്നത്? അവൻ ദേവാലയം വിട്ടു. അവൻ തന്റെ ശുശ്രൂഷ നടത്തുന്നതൊക്കെ വഴിയരികിലാണ്. അവൻ മരുഭൂമിയിലായിരുന്നു. അവന്റെ വസ്ത്രം ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമാണ്. അവൻ കാട്ടുതേനും വെട്ടുകിളിയൊക്കെയാണ് കഴിച്ചിരുന്നത്. അത് ശരിക്കും വെട്ടുകിളി തന്നെയായിരുന്നു, മറ്റെന്തോ പഴമായിരുന്നോ ചെടിയായിരുന്നോ എന്നൊക്കെയുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ബൈബിൾ പണ്ഡിതർക്കിടയിലുണ്ട്. കാരണം യോഹന്നാൻ ഒരു വെജിറ്റേറിയൻ ആണെന്നുള്ളതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വെട്ടുകിളിയെ പിടിച്ച് നിന്ന് അദ്ദേഹം ഒരു മാംസബുക്കായിരുന്നു എന്നൊന്നും അല്ല, മറിച്ച് പുള്ളി പ്യൂർ വെജിറ്റേറിയൻ ആയിരുന്നു എന്നൊക്കെയുള്ള സൂചനകൾ ചില വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സൂചിപ്പിച്ചു എന്ന് മാത്രം. ആർക്കെങ്കിലും ഇങ്ങനെ കേട്ടിട്ട് വല്ലതും വായിക്കാൻ തോന്നിയെങ്കിലോ എന്നോർത്ത് മാത്രം പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കാണാൻ കഴിയും, പഴയ നിയമത്തില് പുരോഹിതരെ അഭിഷേകം ചെയ്യുമ്പോൾ, അഹ്റോനെ അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം മോശയോട് പറയാണ്, നീ ഇന്നിന്ന വസ്ത്രങ്ങളൊക്കെ ധരിപ്പിക്കണം. ആദ്യം നീ പോയി അഹ്റോനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അഹ്റോന്റെ മുഴുവൻ വസ്ത്രങ്ങൾ മാറ്റണം എന്നാണ്. അവനെ കുളിപ്പിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ഒന്നൊന്നായിട്ട് അവനെ അണിയിക്കണം. ഏറ്റവും അവസാനം അവന്റെ നെഞ്ചില് ഒരു ഫലകം തൂക്കണം. അതിൽ ഇസ്രായേലിന്റെ എല്ലാ ഗോത്രങ്ങളുടെയും പേരുകൾ കൊത്തിവെക്കണം. അത് കഴിഞ്ഞിട്ട് സ്വർണം കൊണ്ടൊരു മാലയുണ്ടാക്കി അതിൻ്റെ അറ്റത്തൊരു തകിടുണ്ടാക്കണം. ആ തകിടിന്റെ മേൽ ദൈവത്തിന് സമർപ്പിതം എന്ന് കൊത്തിവെക്കണം. അത് ഇതിന്റെ എല്ലാം ഉപരിയായിട്ട് നമ്മൾ മെത്രാന്മാരൊക്കെ കഴുത്തയിൽ ഈ കുരിശുമാല ധരിക്കുന്ന പോലെ, സിസ്റ്റേഴ്സൊക്കെ അവരുടെ കാശുരൂപവും ലോക്കറ്റൊക്കെ ധരിക്കുന്ന പോലെ അഹ്റോനും അവന്റെ മക്കളും ഇത് ഈ വസ്ത്രങ്ങളുടെ എല്ലാം മുകളിൽ ധരിക്കണം എന്നൊക്കെയുള്ള ഈ പൗരോഹിത്യ വിധികളെ നമ്മൾ പഴയ നിയമത്തിൽ കാണും, പ്രത്യേകിച്ച് ലേവ്യരുടെ പുസ്തകത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു പുരോഹിതന്റെ പിന്തുടർച്ചക്കാരനായ മകൻ, അവന് ഈ പറയുന്ന ഉടയാടകളൊന്നുമില്ല, കാപ്പയും കൊത്തീനയും സാന്തയൊന്നുമില്ല, ഊറാറയൊന്നുമില്ല. അവന്റെ വസ്ത്രം ഒട്ടകരോമമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ഓൺവേർഡ്സ് ജോൺ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടൈപ്പ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്. ഇസ് നോ മോർ എ കൾട്ടിക് പ്രീസ്റ്റ്ഹുഡ്. ഈ ജെറുസലേം ദേവാലയത്തെ കേന്ദ്രീകരിച്ച് അവിടെ ബലിയർപ്പിക്കുന്ന, ധൂപം അർപ്പിക്കുന്ന, പാനീയ ബലിയർപ്പിക്കുന്ന, ശുദ്ധിയുള്ള മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ബലിയിൽ നിന്ന് യോഹന്നാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. അവൻ ഇനി മുതൽ പറയാനുള്ളത് അനുഷ്ഠാനങ്ങളെ കുറിച്ചല്ല, കർമ്മങ്ങളെ കുറിച്ചല്ല, മറിച്ച് അനുതാപത്തെക്കുറിച്ചാണ്, മാനസാന്തരത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, വളഞ്ഞതൊക്കെ നേരെയാക്കുവിൻ, താഴ്ന്നതിനെയൊക്കെ ഉയർത്തുവിൻ, എല്ലാം നേരെയാക്കണം. കാരണം ഇത് ഫലം പുറപ്പെടുവിക്കാണ്, കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല, മറിച്ച് നമ്മളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ട കാലമാണ്. അങ്ങനെ അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ വരുന്നു. അങ്ങനെ ഈ ലേവ്യ ഗോത്രത്തിലൂടെ തുടർന്നു വന്ന പൗരോഹിത്യം അത് സഖറിയായിൽ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്നു. സഖറിയായുടെ മകനായ യോഹന്നാനിലൂടെ, സ്നാപക യോഹന്നാനിലൂടെ ഒരു പുതിയ മാനത്തിലേക്ക്, ഒരു പുതിയ തലത്തിലേക്ക് പൗരോഹിത്യം നീങ്ങുന്നു. എന്താണ് അപ്പൊ ഈ ഇത്രയും നാളുമുള്ള പഴയ നിയമ പൗരോഹിത്യത്തിന്റെ ജോലി എന്തായിരുന്നു? മിശിഹായ്ക്ക് വഴിയൊരുക്കുക എന്നുള്ളതായിരുന്നു. ആ വഴിയൊരുക്കല് യോഹന്നാനിൽ വന്നിങ്ങനെ നിൽക്കുന്നു. ആ യോഹന്നാന്റെ അടുത്തേക്ക് ഈശോ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നു. അവിടെ യോഹന്നാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഓർക്കണം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ആ വാക്കിൽ തന്നെ സ്നാപകൻ ഒരു പുരോഹിതനാണെന്നുള്ള ഒരു നല്ല സൂചനയുണ്ട്. കാരണം ദൈവസന്നിധിയിൽ കുഞ്ഞാടുകളെ, ചെമ്മരിയാടുകളെ ബലിയർപ്പിക്കുന്ന പുരോഹിതനാണ്. ഈ പുരോഹിതനാണ് തീരുമാനിക്കേണ്ടത് ഈ വരുന്ന ആടിന് യോഗ്യതയുണ്ടോ, അതിന് ചട്ടോ പൊട്ടോ പുള്ളിയോ പാണ്ടോ എന്തെങ്കിലും അംഗവൈകല്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് ഊനമറ്റതിനെ, യാതൊരു കേടുപാടുമില്ലാത്ത ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള, പരിപൂർണനായിട്ടുള്ള ബലിവസ്തുവിനെ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ പറ്റുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ ദേവാലയം ശുദ്ധീകരിക്കാനായിട്ട് പോകുമ്പം അവിടെയുള്ള ആടുമാടുകളെയും കാളകളെയും പ്രാവിനെയും എല്ലാം പുറത്താക്കി എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമുക്കറിയാം. ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ഈ ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും കൊണ്ടിരുന്ന ബലിമൃഗങ്ങൾക്ക്, പക്ഷികൾക്കൊക്കെ ഈ പറയുന്ന പെർഫെക്ഷന്റെ കുറവുണ്ടോന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ മേടിച്ചിട്ട് കുറവില്ലാത്തതിനെ പകരം കൊടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു ഈ ജെറുസലേം ദേവാലയത്തിന്റെ വാതുക്കൽ. അപ്പൊ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവര് ഈ കാളയുടെ മുക്രയും ആടിന്റെ കരച്ചിലും പ്രാവിന്റെ ബഹളവും എല്ലാം കേട്ട് പ്രാർത്ഥിക്കാൻ മേലാത്തൊരു സാഹചര്യം പോലെ ആയപ്പോഴാണ് ഈശോ വന്ന് അതെല്ലാം തട്ടിപ്പറത്തി പ്രാവിനെ എല്ലാം പറപ്പിച്ചു വിടുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പുരോഹിതനാണ് ഒരു ബലിമൃഗത്തിന്റെ യോഗ്യത നിർണ്ണയിക്കുന്നത്. അപ്പൊ ഈശോയെ കാണുമ്പോഴേ തന്നെ യോഹന്നാൻ പറയണം, ആണ്ട്രാ പോകുന്നു ഒരു ബെസ്റ്റ് കുഞ്ഞാട്, ഇതേ എല്ലാം ഉണ്ട് പിടിച്ച. അതാണ് പറഞ്ഞത്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെയും യോഹന്നാൻ പുരോഹിതനാണെന്നുള്ള സൂചന നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് എന്താണ്, ഈശോ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്നല്ല സ്നാനം സ്വീകരിക്കേണ്ടത്, ബിക്കോസ് യു ആർ സുപ്പീരിയർ,
നീയാണ് എന്നെക്കാൾ വലിയവൻ, ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നു. അതിന് ഈശോ പറയുന്ന മറുപടി ഇതാണ്: സർവ്വനീതിയും പൂർത്തിയാകുക ആവശ്യമാണ്, അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്കണം. ഈശോ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. അപ്പൊ എന്താണ് ഈ മോശ അഹ്റോന്റെ മേൽ കൈകൾ വെച്ച് പുരോഹിതനാക്കി. അഹ്റോന്റെ പൗരോഹിത്യം ലേവിയരുടെ ഗോത്രത്തിലൂടെ തുടർന്നു വന്നു. അത് അഹ്റോനിൽ നിന്ന് ലേവിയിലേക്ക്, ലേവിയിൽ നിന്ന് സന്തതി പരമ്പരകളിലൂടെ സഖറിയായിലേക്ക്, സഖറിയായിൽ നിന്ന് മകനായ സ്നാപകനിലേക്ക്, സ്നാപകനിൽ നിന്ന് പുതിയ നിയമത്തിലെ പുരോഹിതനായ ഈശോയിലേക്ക്. ഈ പൗരോഹിത്യം ഇങ്ങനെ പിന്തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണ്. ഇനി ഈശോയിൽ ഈ പൗരോഹിത്യം നിലനിൽക്കും. പക്ഷെ ഇവിടെ എന്താണ് പ്രത്യേകത? ഇവൻ ജനിച്ചത് യൂദയാ ഗോത്രത്തിലാണ്. അവൻ ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ രാജവംശത്തിൽപ്പെട്ടവൻ പുരോഹിതനായിട്ട് മാറി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ രാജാവും പുരോഹിതനും പ്രവാചകനും, ഈ മൂന്ന് സംവിധാനങ്ങൾ, മൂന്ന് വ്യക്തിത്വങ്ങൾ ഈശോയിൽ സമ്മേളിക്കുന്നതിനെ നമ്മൾ കാണുമെന്ന്. അപ്പൊ ഇവിടെയാണ് രാജാവിന്റെ കുലത്തിൽ പിറന്നവൻ പൗരോഹിത്യം സ്വീകരിക്കുന്നു. അങ്ങനെ ആ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ രണ്ട് സംവിധാനങ്ങളും ഈശോയിൽ ഒന്നാകും. അങ്ങനെയുള്ള ജ്ഞാനസ്നാന വേളയിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്നെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന വാക്യം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ ഈ ത്രിത്വം പരിപൂർണമായിട്ടും വെളിപ്പെടുത്തുന്ന ഇതിനേക്കാൾ മനോഹരമായ രംഗം ലോകത്ത് ബൈബിളിൽ എവിടെയില്ല. ഇതാണ് അതിൻ്റെ ഏറ്റവും അനന്യമായിട്ടുള്ള ദ മോസ്റ്റ് യുണീക്ക് എക്സ്പ്രഷൻ, ഓർ ദ മോസ്റ്റ് യുണീക്ക് പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ സംഗതി മാറിപ്പോകും. മറിച്ച് പറയേണ്ടത് പ്രത്യക്ഷീകരണമാണ്. ദൻഹ, ആ വാക്കിനേക്കാളും നല്ലൊരു വാക്കില്ല. ദൻഹ പ്രത്യക്ഷീകരണമാണ്. ഓർ മാനിഫെസ്റ്റേഷനും പ്രകടനം എന്നൊക്കെയാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ദൻഹ തന്നെയാണ്. അതായത് ഈശോയുടെ ഈ തൃത്വത്തിന്റെ പ്രത്യക്ഷീകരണമാണ്. മനുഷ്യന്റെ കണ്ണുകൾക്ക് മുമ്പിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സന്നിഹിതരാകുവാണ്. അവിടെയാണ് ഈ സ്നാനം സ്വീകരിക്കാൻ വേണ്ടി വന്ന ജോർദാനിലേക്ക് ഇറങ്ങി യോഹന്നാന്റെ പക്കൽ നിന്ന് സ്നാനം സ്വീകരിച്ച മറ്റനേകരിൽ നിന്നും ഈശോ വ്യത്യസ്തനാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടെയാണ്. അവൻ മറ്റുള്ളവരെല്ലാം സ്നാനം സ്വീകരിച്ചപ്പോൾ ഒരു മാറ്റവും ഉണ്ടായില്ല. അവർക്കൊരു പക്ഷെ മാനസാന്തരം ഉണ്ടായിരിക്കാം. അവരുടെ പാപങ്ങളെക്കുറിച്ചൊക്കെ അനുദപിച്ച് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ എന്താണ് ഈശോയുടെ പ്രത്യേകത? അവൻ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. പിതാവിന്റെ സ്വരം അവിടെ മുഴങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്. ഇതിലൂടെ ഈശോ സത്യമായിട്ടും ദൈവമാണ്. അവൻ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ആ ഒരു ശക്തമായ പ്രമേയം പിതാവായ ദൈവത്തിന്റെ സ്വരത്തിലൂടെയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴിയും പുരോഹിതനായ യോഹന്നാന്റെ സാക്ഷ്യം വഴിയും അവിടെ പൂർണ്ണമാകുവാണ്. അപ്പോൾ ഈശോയുടെ അസ്തിത്വം എന്താണ്? അവൻ ദൈവം തന്നെയാണ് എന്നതിൻ്റെ വളരെ പ്രകടമായ ഒരു സൂചനയല്ല, ഒരു 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 വിളംബരം, ഒരു വെളിപ്പെടുത്തപ്പെടൽ, ഒരു റെവലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈശോയുടെ ജ്ഞാനസ്നാനത്തിലാണ്. ഇനി അടുത്ത നമ്മൾ കാണാൻ കഴിയുന്നത് ഈശോയുടെ പ്രലോഭനങ്ങളാണ്. ജീസസ് വാസ് ടെംപ്റ്റഡ്. അപ്പോൾ നമുക്കറിയാം ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് നമ്മുടെ മുൻപിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മളൊന്ന് പരിഷ്കരിച്ചു. പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് എന്നൊക്കെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ദൈവശാസ്ത്രപരമായിട്ട്. അത് പരിഷ്കരിച്ചെങ്കിലും അതിൽ പിന്നെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഞാൻ അതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് പോകുന്നില്ല. എങ്കിൽ തന്നെയും ഈ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. പിശാചിന്റെ പ്രത്യേകതയാണ് അവൻ പ്രലോഭിപ്പിക്കും. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് തുടങ്ങുന്നതാണ്. അവിടെ പ്രതീകാത്മകമായിട്ട് പറയുന്നുണ്ട്, സർപ്പം അവൻ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെക്കാളും കൗശലമേറിയവനായിരുന്നു സർപ്പം എന്നാണ് പറയുന്നത്. സൂത്രക്കാരനാണ് അവൻ. ഇങ്ങനെ വന്ന് ഈ പ്രലോഭനങ്ങൾ ഉണ്ടാക്കും. ദൈവം പറഞ്ഞു ഈ പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കും. പാമ്പ് ഒന്നിച്ച് പറഞ്ഞു അത് പറിച്ചു തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹീസ് ക്രിയേറ്റിംഗ് കൺഫ്യൂഷൻ. ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാണ്. ആശയക്കുഴപ്പത്തിൽ ആദവും ഹവ്വയും വീണുപോയി. അവിടെയാണ് പാപം ആരംഭിക്കുന്നത്. നമ്മൾ പിന്നീട് കാണും ഈ കൺഫ്യൂഷൻ, ഈ പ്രലോഭനം പിശാചിന്റെ സ്ഥിരം തൊഴിലാണ്. അവൻ ഈശോ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുമ്പോൾ പിശാച് കടന്നു വരുന്നുണ്ട്.
അവൻ വെച്ച് നീട്ടുന്ന 3 പ്രലോഭനങ്ങളെ നമ്മൾ കാണും. ഒന്ന്, കല്ലിനെ അപ്പമാക്കാനുള്ള പ്രലോഭനമാണ്. 2, മറ്റുള്ളവരുടെ മുൻപിൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്ത് വലിയ ആളാകാനുള്ള പ്രലോഭനമാണ്. 3-മത്തേത് എല്ലാം സമ്പാദിച്ച് സ്വന്തമാക്കാനുള്ള എല്ലാം ആർജിക്കാനുള്ള സ്വന്തമാക്കാനുള്ള സ്വാർത്ഥതയുടെ ഒരു പ്രലോഭനമാണ്. പിശാച് പ്രലോഭിപ്പിക്കുന്നവനാണ്. അതേസമയം ഈ പ്രലോഭനത്തിന്റെ ഒരു മറുവശമുണ്ട്, ടെസ്റ്റ്, പരീക്ഷകൾ. ദൈവം പരീക്ഷിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നമ്മൾ അബ്രാഹത്തെ കുറിച്ച് കാണുന്നത്, ദൈവം അബ്രാഹത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ ദൈവം പരീക്ഷിക്കും. ദൈവത്തിന്റെ ഈ പരീക്ഷ ഇപ്പം എന്താണ്, തോബിത്തിനെ ദൈവം പരീക്ഷിച്ചു. തോബിത്ത് മരിച്ച ഒരു വിജാതിയനെ അടക്കിയിട്ട് വന്ന് കിടന്നപ്പോൾ കുരുവിയുടെ കാഷ്ടം വീണ് കണ്ണിലെ കാഴ്ച പോയി. അയാൾക്ക് ദാരിദ്ര്യമായി, ജീവിക്കാൻ മാർഗമില്ല. അങ്ങനെ ഈ ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന തോബിത്തിനെ ദൈവം പരീക്ഷിക്കുന്നത് നമ്മൾ കാണും. തൻ്റെ സകല സമ്പത്തിലും പ്രതാപത്തിലും ജീവിക്കുമ്പോഴും ദൈവത്തിനെതിരായിട്ട് ഒന്നും പറയാതെ ജീവിക്കുന്ന നീതിമാനായ ജോബിനെ ദൈവം പരീക്ഷിക്കുന്നത് നമ്മൾ കാണും. ഈ പരീക്ഷകൾ, ടെസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തെ അളക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില കാര്യങ്ങളാണ്. അതാണ് പരീക്ഷകൾ. പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു ഈ നമ്മുടെ സ്വർഗസ്വനായ പിതാവയുടെ ഏറ്റവും പഴക്കമുള്ള ഒരു നല്ല തർജ്ജമ. നമ്മുടെ ഇന്നുള്ള മലങ്കരക്കാരും അതുപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് സഹോദരങ്ങളും ഒക്കെ അങ്ങനെയാണ് ചൊല്ലുന്നത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണേ. അപ്പോൾ ഇന്ന് നമ്മളെ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുത് എന്നാണ്. അത് നല്ലൊരു പ്രാർത്ഥനയാണ്, ആശംസയാണ്. പക്ഷെ അർത്ഥം ഈ പരീക്ഷയോളം വരുമോന്ന് അറിയത്തില്ല. കാരണം പ്രലോഭനം പിശാച് തരുന്നതാണ്. അപ്പൊ ഈ പ്രലോഭനത്തിന്റെ പ്രത്യേകത എന്താണ്? ഈശോ ദൈവപുത്രനും മനുഷ്യനും ആയതുകൊണ്ടാണ് അവന് പ്രലോഭനങ്ങളെ നേരിടേണ്ടി വന്നത്. അവൻ ഒരേ സമയം ദൈവവുമാണ്, അതേസമയം മനുഷ്യനുമാണ്. പിന്നീട് നമ്മൾ കാണും സഭയുടെ ചരിത്രത്തില് വളരെ പ്രമാദമായ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയ ഒരു കാര്യമാണ് ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും. ഈ ദൈവത്വവും മനുഷ്യത്വവും ഈശോയിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈശോയുടെ അസ്തിത്വം, അവൻ ദൈവമാണ്, അവൻ അനാദി മുതലേ ഉള്ളവനാണ് എന്നെല്ലാം നമ്മുടെ മുമ്പിൽ സൂചനകൾ ഉള്ളപ്പോഴും അവൻ ദൈവമാണെങ്കിലും മനുഷ്യാവതാരം ചെയ്തവനായതുകൊണ്ട് അവനിൽ മനുഷ്യത്വമുണ്ട്. അവൻ ഒരു വ്യക്തിയും 2 സ്വഭാവങ്ങളും, 1 പേഴ്സൺ വിത്ത് 2 നേച്ചേഴ്സ്, ദൈവത്വം മനുഷ്യത്വം. അപ്പൊ ഈ മനുഷ്യ പ്രകൃതി അത് എപ്രകാരമാണെന്ന് കാണിക്കാനായിട്ടാണ് പിശാചിന്റെ പ്രലോഭനത്തെ നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നത്. അപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനവും മരുഭൂമിയിലെ പരീക്ഷകളും പരസ്പരം ബന്ധമുള്ളതാണ്. അവൻ ദൈവവുമായിട്ടുള്ള ഐക്യം, ആ ഐക്യത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് അവൻ ഈ മരുഭൂമിയിലേക്ക് പോയി ഏകാന്തതയിൽ, പ്രാർത്ഥനയിൽ, തപസ്സിൽ ദൈവത്തോടൊന്നായിരിക്കുന്നു. അവിടുന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി തുടങ്ങുന്ന ഈശോയെ പ്രലോഭനങ്ങൾ തേടി ചെല്ലുമ്പോൾ അതിനർത്ഥം ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യന്റെയും ധർമ്മസങ്കടമാണ്, ദൈവത്തോട് അടുക്കാനുള്ള ഒരാളുടെ അദമ്യമായിട്ടുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തെയും തീരുമാനത്തെയും മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പം ബദലായിട്ട് അതിനെതിരായിട്ട് വരുന്ന പ്രലോഭനങ്ങൾ. അങ്ങനെ ദൈവത്തോട് അടുക്കാനുള്ള മനുഷ്യന്റെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെതിരായിട്ട് പ്രലോഭകൻ പിശാച് കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, അതിനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെയെല്ലാം പിശാച് അടിവരയിട്ട് പറയുന്നുണ്ട്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് കൽപ്പിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ഈ ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നീ ദൈവപുത്രനാണെങ്കിലും ഞാനാണ് ഇതിൻ്റെ എല്ലാം ഉടമ, നീ കുമ്പിട്ട് എന്നെ ആരാധിക്കുകയാണ്, ഞാൻ ഇതെല്ലാം നിനക്ക് തരാം. അവിടെയെല്ലാം ഈശോ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവൻ ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ടും ദൈവപിതാവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടുമാണ്. അങ്ങനെ ഈശോ മനുഷ്യന്റെ സകല ബലഹീനതകളും, ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നല്ല വാക്ക് സാധ്യതകളാണ്, ഒരു മനുഷ്യന്റെ ഈ ഭൂമിയിലെ സാധ്യതകളെ, അവന്റെ മുൻപിൽ അനാവൃതമാകുന്ന ജീവിത സാധ്യതകളെ ഈശോ അനുഭവിച്ചു കടന്നുപോയെന്നതിലൂടെ ഈശോ ഒരേ സമയം ദൈവവുമായിരുന്നു, അതുപോലെ അവൻ മനുഷ്യനുമായിരുന്നു എന്നതിനെ കുറിച്ചുള്ള സൂചനകളാണ് നമുക്കിവിടെ കാണുന്നത്.